ഇന്നത്തെ ടോപ്പിക് ഒരു അടിപൊളി ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു പോവാണ്. ഒരു ക്ലീശ സാധനമാണ്, എന്നാലും ഐ തിങ്ക് ലൈക്ക് ഇതിനൊരു എവർഗ്രീൻ ടച്ച് ഉണ്ട്. ഇപ്രകാരം അതിന് മുമ്പ് വരെ പറഞ്ഞാൽ പ്രോപ്പർ വൺ സൈഡ് എന്ന രീതിയിൽ എന്റെ പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ല. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈസ് അല്ല, വേറെ പലതുമാണ്. അതിനകത്ത് ഒരു ജീവിതം വേറെ രീതിയിൽ ചിന്തിക്കാനും ഹ്യൂജ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണ്. കാരണം 18 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാന്നുള്ളതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ശരിയാണോ തെറ്റാണോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. So guys, welcome to Kadey Poma and we are our host. This is AJ and Rohan. So ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ ടോപ്പിക് ഒരു അടിപൊളി ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാവുന്ന എനിക്ക് പോവാണ്. ഒരു ക്ലീശ സാധനമാണ്, എന്നാലും ഐ തിങ്ക് ലൈക്ക് ഇതിനൊരു എവർഗ്രീൻ ടച്ച് ഉണ്ട്. അതെ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇൻ ലൈഫ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അതെ. അപ്പോ എന്താ പറയുന്നത്, നമുക്ക് ക്രോണിക്കൽ ഓർഡറിൽ തന്നെ പോവാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ചെറുപ്പകാലത്ത് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ കൗമാരപ്രായം, കുട്ടിക്കാലാണോ ചെറുപ്പകാലാണോ? കൗമാരപ്രായം, ടീനേജ്. ആ സമയത്താണ് പൊതുവെ നമ്മുടെ ഇതൊക്കെ തുടങ്ങണത്. പക്ഷെ അപ്പോഴെന്താ പറയുക, ഞാനൊക്കെ ഇപ്പൊ എല്ലാവരുടെ അടുത്തും ചോദിക്കണ്ടോ എന്റെ അവസ്ഥത്തെ എന്നൊക്കെ പറയുമ്പോ ഞാൻ 4ാം ക്ലാസ് എന്നൊക്കെ പറയും ഞാൻ പറയാറ്. അവിടം വരെ പോണെങ്കിൽ നമുക്ക് അവിടം വരെ പോണം, ഇല്ലെങ്കിൽ ടീനേജ്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ആ ഒരു കാലഘട്ടത്തില് ഉണ്ടാവുന്നത് ഒരു വൺ സൈഡ് ലവ് ആയിരിക്കും. വൺ സൈഡ് ആണ് 4ാം ക്ലാസ്സിലൊക്കെ. 4ാം ക്ലാസ്സിലൊക്കെ തീർച്ചയായിട്ടും അത് ഇഷ്ടമാണ്. അതൊക്കെ ചുമ്മാ കൈ പിടിച്ചോണ്ട് നടന്ന ഇഷ്ടമാണെന്നൊക്കെ നമ്മള് പറയും. അതൊക്കെ 4ാം ക്ലാസ്സിൽ സമയം ഞാൻ 5-6 ഡബിൾ സൈഡ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഇടക്കില്ലാടി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഡബിൾ സൈഡഡ് എന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് എനിക്ക് തുടങ്ങി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈക്ക് യു വാസ് മൈ +1. എനിക്ക് അത്ര കാലം എടുത്ത്. അല്ല, നീ ഇപ്പൊ ഭയങ്കര ശരിക്കും ലൈക്ക് റിലേഷൻഷിപ്പിന്റെ വാല്യൂ വർത്ത് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടോ മനസ്സിലാക്കിയതിനു ശേഷം ഒരു റിലേഷൻഷിപ്പ് ആണോ? അല്ല, പ്രായം. അപ്പൊ അതായത് രണ്ട് സൈഡും ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇഷ്ടമാന്ന് പറഞ്ഞു. ചത്രകാലം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ വൺ സൈഡഡ് എന്ന രീതിയിൽ എന്റെ പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ലളിയാ. എനിക്ക് എന്റെ എന്താ വെച്ചാൽ ഇതിപ്പോ ഒരുമാതിരി ഞാൻ ഇളവനാന്നൊക്കെ തോന്നുമായിരിക്കും. അതിനുള്ള വയസ്സൊന്നുമില്ല. അല്ല, പക്ഷെ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഇപ്പൊ സ്കൂളിലേക്ക് പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും ആ സമയത്ത് ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ന് പറയാ, ഇപ്പൊ എന്റെ കർഷനെ കാണണമെങ്കിൽ സ്കൂളിൽ തന്നെ പോണം. എന്റെ ഓരേ ഞാൻ ലിറ്ററലി അതെ, ഞാൻ ഒരു പോയിന്റില് കർഷനെ കാണാൻ വേണ്ടി മാത്രം രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാനൊക്കെ എത്ര തവണ ലിഫ്റ്റും പിടിച്ചു പോയാണ്. ബസ് പോലും സ്കൂൾ ബസ്സിന് പോലും വെയിറ്റ് ചെയ്തില്ല. ഞാനൊക്കെ രാവിലെ എന്താ പറയുക ലിഫ്റ്റും പിടിച്ചു പോകും ചേട്ടന്മാരുടെ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോ അവൾ ഓട്ടോറിക്ഷയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാവിലെ പോയി ക്ലാസ്സിലോട്ട് വേണ്ടി ഇങ്ങനെ പോവും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, വേറെ ആരും വന്നിട്ടുണ്ടാവില്ല. ഒരെണ്ണം വന്നിട്ടുണ്ടാവില്ല. ഞങ്ങളുടെയാണെങ്കിൽ ഒരു ചർച്ച് വകയായിട്ടുള്ള സ്കൂളായിരുന്നു ഇത്. ഞാൻ എന്താ പറയുക, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 6 തൊട്ട് അവിടെയാണ്. പക്ഷെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് നീ പറഞ്ഞില്ല, സ്കൂളിലോട്ടൊക്കെ പോയി നമ്മൾ അവരെ വേണ്ടി കാണാൻ വേണ്ടി മാത്രം എന്നുള്ള വയസ്സിൽ. അതിന് മുമ്പ് എന്താ പറയുക, രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷ ഒക്കെ പിടിച്ച് വന്ന് അവളുടെ അനിയത്തിയും വരും. ഞങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, അവരൊക്കെ ഇങ്ങനെ വരാന്തിലൊക്കെ വെയിറ്റ് ചെയ്യാണ്ടാവും. ക്ലാസ് റൂം തുറന്നിട്ടുണ്ടാവില്ല, ചില ക്ലാസ് റൂം മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടാവത്തുള്ളൂ. ഞങ്ങൾ എന്താണ് ചുമ്മാ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും, ക്ലാസ് റൂമിന്റെ ഉള്ള സംസാരിക്കും. അതേപോഴത്തേക്കും എന്താ പറയുക, ഓരോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. പക്ഷെ ആ രാവിലെ എന്നെ അങ്ങനെ കാണാൻ വേണ്ടി പോണെന്ന് പറഞ്ഞൊരു വേറെ ഫീൽ ആയിരുന്നു. നിനക്കോ? എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്റെ ഒരു വലിയൊരു ട്രാൻസിഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു ലൈക്ക് ടീനേജ് ഒക്കെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു പെൺ വിരോധിയായിരുന്നു. പ്യൂബർട്ടിക്ക് മുമ്പ് വൻ പെൺ വിരോധിയായിരുന്നു. എന്ന് വെച്ചാൽ ഗായ്സ് ലൈക്ക് ലിറ്ററലി ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു പെണ്ണ് ഇപ്പൊ എന്റെ അടുത്തുകൂടി പോയി ഞാൻ മാറി കിടക്കും. ഇപ്പൊ എന്റെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ടവലൊക്കെ എടുത്ത് തുടച്ചിട്ടൊക്കെ ഇരിക്കുള്ളൂ. ഇത് വേറെ അസുഖോട്, ഇത് അസുഖോട്. അന്ത രീതിയിലായിരുന്നു ഞാൻ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ, ലൈക്ക് ഇതേ രീതിയിൽ കാണുന്ന? ഉണ്ടാവുമായിരിക്കും മേ ബി. പക്ഷെ എന്ന് പറയണ ഇപ്പൊ എന്ന് പറഞ്ഞ കാലം മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു ലൈക് പ്രൈമറി സ്കൂൾ ആ സമയത്ത് ആണും പെണ്ണും മിണ്ടി കഴിഞ്ഞാൽ കളിയാക്കി അങ്ങ് കൊല്ലും.
ക്ലാസ്സിലാണ് പിന്നെ അതെ പിന്നെ അതെ ചുമ്മാ ആണെങ്കിൽ റൂമേഴ്സ് ഉണ്ടാക്കുമല്ലോ. അതെ അവന് ഇവള് ഇഷ്ടമാണ്, ഇവൻ അവളെ ഇഷ്ടമാണ് എന്ത് രീതിക്ക്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര നാണക്കേടാണ്. അതെ അതെ അയ്യേ ഞാനെങ്ങനെ ഇല്ലാത്ത അതെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിഷ്മെന്റ് പോലെ നമ്മളെ പെണ്ണുങ്ങളെ അടുത്ത് ഇരുത്തുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് സംസാരിച്ചു വണ്ടി സംസാരിച്ചിരിക്കുമ്പോഴേക്കും നീ സംസാരിച്ചില്ലേ ആ പെണ്ണിന്റെ അടുത്ത് പോയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ ക്ലാസ് ഒത്തിരി നോക്കും. അതെ അതെ വല്ലാണ്ണം പഠിച്ച് നമ്മളൊരു നോട്ടമുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ ലേബൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കണ ഞാനാണ് പെട്ടെന്ന് ഒറ്റയടിക്കാൻ മാറി. എനിക്ക് അതെ അതാണ് പറയുന്നത്. ഇൻ എവറി വുമൻ. അതെ അതേപോലെ സക്സസ് ആയിരിക്കും. Behind every successful woman, I mean, man. അതന്നെ സംഭവം തന്നെ. സക്സസ്ഫുൾ ഇതെന്ന് പറഞ്ഞാൽ അല്ല എനിക്ക് തോന്നുന്നത് എനിക്ക് പക്ഷെ അങ്ങനെയല്ല തോന്നിയത്. എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണാണ് ലിറ്ററലി ലൈക്ക് എന്താ വെച്ചാൽ ഏകദേശം ഒരു 7ാം ക്ലാസ് വരെ ഞാൻ ഇങ്ങനെയായിരുന്നു. 8ാം ക്ലാസ്സിൽ ഒരു പുതിയ അഡ്മിഷൻ വന്നല്ലേ അവള് വന്നപ്പോ ലിറ്ററലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയില്ലേ എനിക്ക്. പിന്നെ അത് അടിപൊളി. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു ഉമ്മച്ചിക്കുട്ടിയായിരുന്നു. എന്റെ മോനെ അന്ന് പിന്നെ തട്ടത്തിമോനത്തൊക്കെ കണ്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം. പിന്നെ അപ്പൊ അങ്ങനെ ഇരിക്കണ്. അപ്പൊ ഇവള് വന്നപ്പോഴേക്കും ലിറ്ററലി എന്റെ മോനെ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഫീലിങ്സ്. എടാ പിന്നെ ഞാനും എന്നെ പറ്റി വരികളൊക്കെ മാറ്റൊക്കെ എഴുതും, ഉള്ള പേരൊക്കെ വെച്ചൊക്കെ എഴുതും. അന്ന രീതിയിലുള്ള പ്രയോഗം. അതെ അങ്ങനെ ഇരിക്കണത്. അത് കഴിഞ്ഞ് പിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു നടന്നില്ല. പിന്നെ ഒരു പിന്നെ അല്ലല്ല എന്റെ ഫസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്രഷ് ഡബിൾ അല്ല. മനസ്സിലായി? വൺ സൈഡ്. എനിക്കൊരു വൺ സൈഡ് എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു 3-4 കൊല്ലം പിന്നെ ഫുള്ള് വൺ സൈഡാ. ഫസ്റ്റ് ക്രഷിന്റെ ഏകദേശം ഒരു 2 വർഷം പുറകെ നടന്ന്. +1 to +2 അല്ല എടാ അവള് 8ാം ക്ലാസ്സിലാ വന്നത്. 8ാം ക്ലാസ്. അയ്യോ ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ എങ്ങാണ്ട് പുറകെ നടന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ സിഗ്മയിലോട്ടൊക്കെ എത്തി. ആ ഒരു പോയിന്റിലോട്ട് എത്തി. ഓക്കെ അങ്ങനെ ഇരിക്കണ്. അത് കഴിഞ്ഞാൽ പിന്നെ +1 ആകുമ്പോഴേക്കും ലൈൻ ഫസ്റ്റ് സെറ്റ് ആവണത്. അപ്പൊ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ വൺ സൈഡ് ലവ് ഇല്ലേ അത് പക്ഷെ ഒരു വേറെ ഫീലിംഗ് തന്നെയായിരുന്നു. വൺ സൈഡ് ലവിന്റെ ഫീൽ നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നിനും കിട്ടത്തില്ല. കാരണം എന്താ പറഞ്ഞ ഒരുമാതിരി എന്താ പറയാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ തിളച്ചോണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഫീല്. നമുക്കത് ഇപ്പൊ ചിലവരൊന്നും പറയത്തോലും ഇല്ല. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഔട്ട് ദർ ലൈക്ക് ദേ വോണ്ട് ഈവൻ ഷെയർ ദെയർ ലവ്. കാരണം അവർക്ക് പേടിയാണ്. കാരണം അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ എന്നെ ഇങ്ങനെ കാണും, അവൾ എന്നെ അങ്ങനെ കാണും, ഇല്ലേ വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ടാവും, എനിക്ക് ഇവരുടെ അടുത്ത് ഇത്ര പോലും അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് ഇത്ര പോലും മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എടുക്കണതുകൊണ്ട് തന്നെ ഇവർക്ക് ചെന്ന് പറയാൻ വരെ തന്നെ പേടിയാണ്. അപ്പോഴും ഇവര് പറയുമ്പോ ഇഷ്ടമാണ് എന്നാ പിന്നെ പോയി പറഞ്ഞെങ്കിലും നോക്കിക്കൂടെ, ഇല്ല പറ്റത്തില്ല, അങ്ങനെ തന്നെ വെച്ചോണ്ട് പോകുമ്പോ ആരെങ്കിലും വന്ന് കൊത്തിക്കൊണ്ടുപോകും. ഇതാണ് യൂഷ്വലി ഉണ്ടാവുക മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ. പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴാണെങ്കിൽ പോലും റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും തന്നെ നമുക്ക് ആ വ്യക്തിയോട് തന്നെ സ്നേഹം ആയിക്കോട്ടെ, ആ ഒരു ഫീലും അതൊക്കെ ഒരു 1.5 ഫീല് തന്നെ. ലൈക്ക് ഇവിടെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ചിരി കിട്ടുമ്പോ എന്റെ മോനെ എന്റെ നെഞ്ചു കൂടി ലഡല്ലേ പലതും പൊട്ടി. അന്തമാരി വൈബായിരുന്നു. എനിക്ക് ശരിക്കും പറയുന്നതാണ് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതേപോലെ ഒരു കുളർമ ഇട്ടിട്ടുള്ളതാണ് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് തൊടുപുഴ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞ ഓൾറെഡി പറഞ്ഞ അതേ സ്കൂളിൽ തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു. കാണാൻ നല്ല എന്റെ രീതിയിൽ എന്റെ പെർസ്പെക്റ്റീവിൽ എന്താ പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും നല്ല ഒരു യൂണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറ്. ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും എല്ലാ വ്യക്തികളിലും. അതേപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവളുടെ ചിരിയും എന്താ പറയുക ആ ഒരു സംസാര ശൈലിയാണ് സത്യം പറയുന്നത്. അപ്പൊ പിന്നെ എന്താ പറയുക ഞാനിങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ എപ്പോഴും സംസാരിക്കും. ഞാനും ഹിന്ദുവാണ്, അവളും ഹിന്ദുവാണ്. ഞങ്ങളുടെ പബ്ലിക് സ്കൂൾ ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചവരെ കുർബാനയായിരിക്കും. അപ്പൊ എന്താ പറയുക ഞങ്ങളുടെ വരാന്ത എന്ന് പറയുന്നത് ഒരു സൈഡിൽ ആൺകുട്ടികൾക്ക് നടക്കാൻ പറ്റത്തുള്ളൂ, മകളില് അപ്പോൾ പെൺകുട്ടികൾക്ക് നടക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷെ ഞങ്ങൾ എന്താണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ എല്ലാ ക്രിസ്ത്യൻസും ഇതുപോലെ ചർച്ചയിൽ പോയി കഴിയുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പോകത്തൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും. ബട്ട് നിർബന്ധമാണ് അവരൊക്കെ എല്ലാ സമയത്ത് പോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് ഓരോ കാര്യം സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞ ശേഷം എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ലൈക്ക് ഇവിടെ പോയി പറയണോ, ഇവിടെ പറയണ്ടയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതേ സെയിം തോട്ട് ലൈക്ക് എന്താ പറയുക, എല്ലാവരും മൈൻഡിൽ കൂടെ പോണെന്ന് പറഞ്ഞാൽ ആ ഒരു തോട്ട് എനിക്കും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പോലെ ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ തന്നെ വിചാരിച്ചേ ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ. പിന്നെ അവളുടെ സംസാരം ആയിക്കോട്ടെ, എന്റെ അടുത്തുള്ള അപ്രോച്ചുകളാണെങ്കിലും പിന്നെ എന്റെ കൂട്ടുകാരന്മാര്, അത് ഏറ്റവും കൂടുതൽ പ്രൊവോക്കിംഗ് ആണ്. നമുക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടെങ്കിൽ അപ്പുറത്തിനോട്ട് പറയും അവളിൽ നിന്ന് നോക്കി ചിരിച്ച് വീട് ഉറപ്പാ. അനാവശ്യ പ്രോത്സാഹനം സത്യം ഇതെന്ന് പറയണല്ലോ വന്ന ഇതാണ്, ഒരു രക്ഷയില്ല. കാരണം ഇവന്മാര് ചുമ്മാ അവിടെ ഇരുന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും. നമ്മള് പോകും ഇതെന്നെ ഒരു റൊട്ടീൻ. പക്ഷെ ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒട്ടല്ലേ വിചാരിച്ചു പോയി. പിന്നെ പോയി പറഞ്ഞ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച അവരുടെ പോയി പറഞ്ഞു ഇഷ്ടമാണെന്ന്. അപ്പൊ അവളത് എന്താണ് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സ്ട്രേറ്റ് അപ്പൊ തന്നെ പറഞ്ഞു ഇഷ്ടമല്ലെന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തന്നെ മൊത്തം ഇടിച്ചു പറഞ്ഞു. എനിക്കാണിത് കേട്ടു തകർന്നു പോണ്ടിരിക്കും. ഞാനൊക്കെ ആ സമയത്തോടെ മനസ്സിൽ ഓരോരോ പാട്ടും പാടിയാണ് നടക്കണ വരാന്തേക്കൂടെ ഫുൾ ടൈം. ഇവിടെ കാണുമ്പോൾ അതിലും വലിയ ബട്ടർഫ്ലൈസ് ആണ്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യണമെന്നാണ് പോയി പറഞ്ഞ്. അപ്പോഴാണ് ഇവൾക്ക് വലിയ മൈൻഡും ഇല്ല, ഒന്നുമില്ല. പിന്നെ സംസാരിക്കും നാച്ചുറലായിട്ട്. എൻ്റെ സംസാരം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ക്ലാസ് ഇരിക്കുമ്പോഴാണ് പോലും അത് കഴിഞ്ഞിട്ടുള്ള സംസാരം വലിയ കുഴപ്പമില്ല. അപ്പോഴും കൂട്ടന്മാരാണ് നീ പറഞ്ഞില്ല അളിയാ ഇപ്പോഴും കാണാൻ പാടില്ല നിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മളെ പൊക്കി വിടും. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാനാണെങ്കിൽ എന്താ പറയുക, ഈ മറ്റേ പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ ഒരു കൂപ്പൺ അല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ്സ് ആണ് തോന്നുന്നു, ഈ പെരുന്നാളിന്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ വിൽക്കും. അപ്പൊ എന്താ പറയുക 10 രൂപയുടെ എന്തോ സാധനം കൂടി ഉണ്ട്, കൂപ്പൺ എന്തോ സംതിങ് ആയത്. ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ട്രീറ്റ് എന്താ പറയുക ഒരു സിറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ വളപ്പിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ചെല്ലും. എല്ലാ ദിവസവും ചെന്ന് അവസാനം ഇവിടെ ഒരു 3-4 തവണ പോയി. അതിന്റെ തൊട്ടപ്പുറം എന്റെ വേറൊരു കൂട്ടുകാരനെ വീടും. ഇവിടെ പോയി അവിടെ സംസാരിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ വന്ന് പിന്നെ ഇങ്ങോട്ടാണേലും ഇത്രയുടെ കൂടുതൽ സംസാരമായി കണ്ട് അവസാനം അവളെ ഇഷ്ടമാന്ന് പറഞ്ഞ്. പക്ഷെ സെറ്റായി. ലിറ്ററലി ഞാൻ കഷ്ടപ്പെട്ടു. ചില്ലറ കഷ്ടപ്പാടൊന്നും അല്ല, നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട്. പക്ഷെ സെറ്റായിട്ടൊന്നും വലിയ കാര്യമൊന്നും ഡയറി മിൽക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, കൈ പിടിച്ചോണ്ട് നടക്കും, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്കൊക്കെ എത്ര തവണ മഞ്ചൊക്കെ മേടിച്ചത് അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഒരു വേറെ ഫീൽ ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വൺ സൈഡ് ലവ് ക്രിഞ്ചസ് ഓക്കെ മെൻഷൻ ചെയ്തേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് കേൾക്കണം, ഞങ്ങൾക്കൊരുന്ന് വായിക്കാനുള്ള അതേപോലെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് പേഴ്സണലി ലൈക്ക് വൺ സൈഡ് ലവ് ലൈക്ക് അതൊരു സംഭവം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയാ, അതൊരു അതേപോലെ ദുഃഖമാണ്. ദുഃഖമാണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു സമയത്തില്ലേ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോപ്പ് ഉള്ള ഒരു ടൈമില്ലേ, എന്റെ ഒപ്പം ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുറകെ കിടന്ന് അവര് എസ് പറയണ ഒരു ആ ഒരു മൂമെന്റ് ഇല്ലേ. എനിക്കൊക്കെ ഇസ് പറയപ്പെടില്ല. എനിക്കൊക്കെ ലിറ്ററലി തട്ടുതിമറത്തിലൊക്കെ പാട്ടോട് ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. നിങ്ങളുടെ പാട്ടും മനസ്സിൽ വെച്ചോണ്ടെന്നാണ് എന്റെ പൊന്നെ ഇപ്പൊ കലയ്ക്ക് എന്തൊട്ട് ക്രിഞ്ചെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ ക്രിഞ്ച് ഇതൊക്കെ എന്റെ ഫീലിങ്സ് ആയിരുന്നു, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ എന്താ നമ്മള് സിനിമയിലേക്ക് കാണത്തില്ലേ എന്ന് പറഞ്ഞ ഒരാൾ ഇഷ്ടമാക്കുറവ് ഇവിടെ കാണുന്ന സെയിം കാര്യമല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട്, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. എനിക്കാണെങ്കിൽ പോലും ബട്ടർഫ്ലൈസ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഇവർക്കൊക്കെ തോന്നാൻ ക്രിഞ്ചാണ്. പക്ഷെ എന്ത് കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. സത്യം എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്. എല്ലാവർക്കും കിട്ടാറുള്ള കാര്യം നമുക്കറിയത്തില്ല. എനിക്ക് എന്ന് പറയുന്നത് ഓരോരോ സമയത്തൊക്കെ ഇപ്പൊ പിന്നെ എവിടെ നോക്കിയാലും പാട്ടാണ്, ചുറ്റും തിരിഞ്ഞൊക്കെ പാട്ടാവും. പിന്നെ മൊമെന്റിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടും കൂടി കിട്ടുമ്പോൾ വേറെ ഫീലാണ് ആക്ച്വലി. അതായത് മൊമെന്റം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്റെ മെമ്മറീസ് ഇങ്ങനെ പ്രോസസ് ആവുന്നത്. അവിടെ നിന്നാണ് പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന സിറ്റുവേഷനിലോട്ട് വരുന്നു. ഓക്കെ, ആ ഒരു 2 സൈഡഡ് ലവ് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലൈക്ക് എല്ലാവരുടെയും ഹണിമൂൺ ഫേസ് എന്ന് പറഞ്ഞാണല്ലോ എന്റെ അളിയ ഹണിമൂൺ ഫേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു let's say 6 months. Could be 6 months, could be 3 months, could be a year. Like അത് ഓരോരോ കേറിയതിന്റെ തുടക്കത്തെ ആ ഒരു ഫേസ് ഇല്ലേ, ലൈക്ക് എന്റെ പോലെ മോസ്റ്റ് മാജിക്കൽ ഫേസ് ബ്രോ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ നമുക്ക് ബട്ടർഫ്ലൈസ് അല്ല വേറെ പലതുമാണ്. അതിനകത്ത് ഒരു രീതിയിൽ നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാനും പറ്റത്തില്ല. ഉള്ളതെല്ലാം വൻ കിടു, വൻ പൊളി ഫീല്, സന്തോഷം, സമയം പോണ അറിയത്തില്ല. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വൻ കാര്യമാണ്. അത്ര വലിയ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് അടി കൂടിക്കഴിഞ്ഞാൽ അടി കാരണം വരുന്നൊരു സ്നേഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ കൂടുതൽ. പിന്നെ പക്ഷെ എന്താ പറയാ, എനിക്ക് തോന്നുന്നൊരു കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മള് ആണുങ്ങളില്ലേ, എനിക്ക് തോന്നിയേട്ടാ ആണുങ്ങൾ പൊതുവെ ലൈക്ക് ഈ അവിടെ കേൾക്കുന്നുണ്ടോ കാലം 2023 അല്ല 2024 തീർത്ത് കളയുന്നതിന്റെയൊക്കെ. അല്ല ഈ ആണുങ്ങള് പൊതുവെ ലൈക്ക് ഈ റിലേഷൻഷിപ്പിൽ കയറൂലേ, അവര് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംഫർട്ടബിൾ ആവും റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ. എനിക്ക് പൊതുവെ തോന്നുന്നതാണ്. ഓക്കെ, പക്ഷെ എന്താ പറയാ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ദേ ടേക്ക് ദ ടൈം. അപ്പൊ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോ റിലേഷൻഷിപ്പിൽ ഇപ്പോ അടിയായ പോലും അവര് ഞാൻ അതിന്റെ കൗണ്ടർ കാര്യം പറയട്ടെ. പറഞ്ഞോ. അതായത് എന്താ പറയുക, പെൺകുട്ടികൾ കംഫർട്ടബിൾ ആവുന്നു അല്ല ആൺകുട്ടികൾ കംഫർട്ടബിൾ ആവണം എന്നുള്ള കാര്യം പറഞ്ഞത് മെയിൻ പെൺകുട്ടികൾ ആവുന്നില്ല എന്നുള്ള ബേസിൽ തുടക്കം. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ എന്താണ്, നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേൾക്കും അവൻ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു, ഇവൻ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടാവും എന്താണ്, അവൾ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം അപ്പോഴും നമ്മൾ കേൾക്കും. പക്ഷെ ഭയങ്കര റയറാ അത്. ഭയങ്കര റയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും അന്ന് ഇന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു പെൺകുട്ടിയുടെ പുറകെ പോകണമെന്ന് പറഞ്ഞാൽ അത് ചെക്കനായിരിക്കും മോസ്റ്റ് ലൈക്ലി. ആ ചെക്കൻ പോണെന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് അല്ല ഇടുന്നത്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നതാണ് ലൈക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഐഡിയ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ അളിയ ഞാൻ അവളെ പോയി പ്രപ്പോസ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് അവളത് പറഞ്ഞോടാൻ എന്റെ ഇഷ്ടം, എങ്ങനെയൊക്കെ ഒന്ന് കൺവേ ആണ് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ഇങ്ങനത്തെ സ്ട്രഗിൾസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ ഒന്ന് പറയും അവളെ എന്നെ പ്രപ്പോസ് ചെയ്ത്, അല്ലെങ്കിൽ അവളൊന്ന് പ്രപ്പോസ് ചെയ്തു എന്നുള്ള രീതിയിൽ. ഇപ്പോഴും റയറാണ്, ഭയങ്കര റയറാണ് ഒരു പെൺകുട്ടി പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ മെജോറിറ്റി വയസ്സിൽ ഇപ്പോഴും ചെക്കന്മാരാണ് അപ്പൊ ഈ പറയുന്നതെന്ന് പറയാൻ നമ്മൾ ആദ്യം പറഞ്ഞു വൺ സൈഡ് ലവ്, മാങ്ങ തേങ്ങ, അതിന്റെ ഒരു ഭാരവും ആ ഒരു കറേജ് ഒക്കെ എടുത്തിട്ട് പിന്നെ അവളെ നോക്കാൻ വേണ്ടി, ചിരിക്കാൻ വേണ്ടി, അവളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ആ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് ഒരിക്കലും നമ്മുടെ തിരിച്ച് ഇഷ്ടം എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് കിട്ടുന്ന ആ ബട്ടർഫ്ലൈസ്, ആ മൂമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ കീപ്പ് ചെയ്യണം തോന്നുന്നു. ആ ഒരു കീപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് തുടക്കുന്ന സ്റ്റേജ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്ത് വേണം ചെയ്യാൻ വേണ്ടി എത്ര എഫേർട്ട് വേണം ഇടും. പക്ഷെ അപ്പോഴെന്താ പറയുക, അവിടെ ആ പെൺകുട്ടി എന്താ പറയുക ഓപ്പോസിറ്റ് സൈഡ് അത്രയും ചിന്തിക്കുന്നുണ്ടാവും, ശരിയാണോ ഞാൻ ഇവന്റെ അടുത്ത് ഇഷ്ടം പറയണോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വീട്ടുകാരെന്ത് പറയണോ, നാട്ടുകാരെല്ലാം കാണും, അവർക്ക് ഒത്തിരി ചിന്തിക്കാനും ഒത്തിരി പേടിപ്പെടാനും. അങ്ങനെ പറയുന്ന ശേഷം എന്താ പറയുക ലൈക്ക് തുടക്കം അവർ ഇതേപോലത്തെ ആ ഒരു പേടിപ്പെടുന്ന ആ ഒരു സ്റ്റേജിലാണ് തുടക്കം പോണത്. അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് ഇനിഷ്യലി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർക്ക് എന്താ പറയുക അവരെ സ്നേഹിക്കാൻ വേണ്ടി, ഇത്രയും സ്നേഹിക്കാൻ വേണ്ടി വേറൊരു ആൾക്കാരുണ്ട്, അത്ര സ്നേഹം നമ്മളങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് അവർക്കാണെങ്കിൽ മനസ്സിലാവണത്. അതേപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വരുന്ന ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള എന്താണ് ഒരു എഫെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു തുടക്കത്തൊരു സ്റ്റേജില്ലേ, ആ സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് എന്താണ് പിന്നെ നമുക്കൊരു പ്രശ്നത്തിലോട്ട് വരും. ആ ഒരു സ്റ്റേജ് നമുക്ക് എത്തും. പക്ഷെ ആ പ്രശ്നം തുടങ്ങുന്ന സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞത് അടി കാരണം സ്നേഹം കൂടുന്നത്. അങ്ങനെയാണ് പെൺകുട്ടികൾക്കുള്ള നമ്മുടെ അടുത്തുള്ള ലൈക്ക് ആ ഒരു എഫെക്ഷൻസ് കൂടുതൽ വരുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നേരെ തിരിച്ചാ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ലൈക്ക് ഇപ്പൊ നമ്മളാണ് കുറെ നടക്കുന്നതെങ്കിൽ അവർക്ക് അഫെക്ഷൻ തോന്നുന്നതിന് കുറെ മുമ്പേ നമുക്ക് ഇതൊക്കെ തോന്നി തുടങ്ങി. അതന്നെ പെൺകുട്ടികളാണോ ആൺകുട്ടികളെ. അപ്പൊ അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആൺകുട്ടികൾ ആദ്യമേ കംഫർട്ടബിൾ ആവുന്നത് എല്ലാം കൊണ്ടും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ പല സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ തുടക്കത്തെ സ്റ്റേജില് വീഡിയോ കോളൊക്കെ വിളിക്കുവാണെങ്കിൽ അവര് ദേ വോണ്ട് മേക്ക് ഷുവർ ലൈക്ക് ദേ ലുക്ക് പ്രസന്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ വിളിക്കുമ്പോൾ തന്നെ കാണണം എന്നൊരു തോന്നണം എന്നൊരു തോട്ടുണ്ട്. എനിക്കൊന്നും ആരും ചിന്താതി ഇരുന്നില്ല കേട്ടോ. എനിക്ക് തന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് എപ്പോഴും എന്നെ മറ്റേ മൂലക്കയിലോട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നിട്ടില്ല. അല്ല ആദ്യമൊക്കെ ആദ്യത്തെ 2-3 തവണയൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. ദൈവമേ ഞാനൊന്ന് ക്യാമറ ഒക്കെ എടുത്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല, ഓക്കെ എല്ലാം ഓക്കെ. പോയി ഡ്രസ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ച് കോലായിട്ടാണോ എന്ന രീതിയിൽ എന്റെ മുടി തിളങ്ങി. അത് വേറെ ടോപ്പിക്. അതുകൊണ്ട് എനിക്ക് മുടിയൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല മനുഷ്യ. പണ്ടൊക്കെ ചുമ്മാ അങ്ങനെ ഇടന്നാലുണ്ട് അങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ഇത് പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൺസേൺ ഇല്ല. ഇനിയിപ്പോ അവൾക്ക് എന്നെ കാണുമ്പോ ഇഷ്ടപ്പെടും, കോൺഷ്യസ് എനിക്കത് പെട്ടെന്ന് പോകും. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അപ്പോഴും ഉണ്ടാവും കുറച്ച് നാളത്തെയും കൂടി. അപ്പോഴാണെങ്കിൽ ഇപ്പൊ അടി ഉണ്ടാക്കുകയാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ അവരായിരിക്കും ആദ്യം വന്ന് വേണം സോറി നമുക്ക് തീർക്കാം. പെൺകുട്ടികളാ എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ഈശ്വര നീ ഇത് പട്ടി. അല്ല ഞാൻ പറഞ്ഞത് പറടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അനുഭവത്തില് പൊതുവെ ആദ്യ ഫേസില് കംഫർട്ടബിൾ ആവണ ഒരു സ്റ്റേജില് ആ സമയത്ത് അവരൊന്നും അധികമൊന്നും പുറത്ത് കാണിക്കൂല. പിന്നെന്ന് പറഞ്ഞാൽ അവര് കംഫർട്ടബിൾ ആവണ സമയത്തില്ലേ അപ്പോഴാണ് പിന്നെ യുദ്ധം തുടങ്ങണത്. പ്രോപ്പർ യുദ്ധം, പ്രോപ്പർ. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് അവർക്ക് കംഫർട്ട് സോൺ എത്തുമ്പോഴാണ് പിന്നെ അവർക്ക് വായ തോന്നെല്ലാം വിളിച്ചൊക്കെ പറയണത്. വിളിച്ചു പറയുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ അവര് മിണ്ടാണ്ടിരിക്കുന്നു. ആ ഒരു കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു വിശ്വാസം ഒത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോവാനെ വരും ആ ഒരു സ്റ്റേജിലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കപ്പിൾസും ഒരു പോയിന്റ് എത്തുന്ന എനിക്ക് തോന്നുന്നു. എനിക്കിത് വല്ലതും ഉണ്ടായിട്ടുണ്ട്. അതായത് ലൈക്ക് നമ്മളിപ്പോ ആ റിലേഷൻഷിപ്പ് കയറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് എന്താ പറയുക നമ്മുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കുകൾ കൈമാറി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദേഷ്യം കൈമാറി, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുടിപ്പിങ്ങനെ അവൾ ഇത്ര നമ്മുടെ അല്ലേ, ഇവൻ ഇത്ര ഉള്ളു നമ്മുടെ അല്ലേ, അതാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലേ ഞാൻ പറഞ്ഞ ആദ്യത്തെ അടിയൊക്കെ പെട്ടെന്ന് സോളായി പോകും. പക്ഷെ എന്താ പറയുക ഒരു പോയിന്റ് കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡ്യൂറേഷൻ കൂടി വരും അടിയുടെ. എന്ന് വെച്ചാൽ അത് ആ കംഫർട്ടബിൾ ഉണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്ന വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും. എന്ന് വെച്ചാൽ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുമ്പോ ഇനിയിപ്പോ എന്താ ഇവ എവിടെ പോവാനാ, എത്ര ആളുണ്ടായിരിക്കും എനിക്കും കാണണമെന്നൊരു മേ ബി ഈഗോ ആയിരിക്കും. ആൺകുട്ടികൾക്ക് ഈഗോ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, ഒരിക്കലല്ല. ഇപ്പൊ ഞാനൊരു ആൺകുട്ടിയുണ്ട്, എനിക്ക് തന്നെ പറയാൻ പറ്റും എന്റെ ഈഗോ ഒക്കെ ഭയങ്കര പെട്ടെന്ന് ഹേർട്ട് ആവണ വരെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഇന്ത്യ ഞാൻ വിട്ടും. കാരണം ഇപ്പോഴത്തെ തലമുറ അങ്ങനെ പറ്റത്തുള്ളൂ. ഈഗോയും പിടിച്ചോണ്ടൊക്കെ ഒരു രീതിയിൽ നമുക്ക് നടടാൻ പറ്റത്തില്ല. ഇക്വാലിറ്റി ഒക്കെ പിടിച്ചോണ്ട് അപ്പുറത്തോട്ട് വരും, എന്തിനും ജസ്റ്റിഫിക്കേഷൻ പിടിച്ചോണ്ട് അപ്പുറത്തോട്ട് വരും. പിന്നെ ഈഗോ എന്ന് ഞാൻ തന്നെ വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ബട്ട് അതൊരു ഫാക്ടറാണ്, മേജർ ഫാക്ടറാണ് അത്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞ സംഭവം, എനിക്ക് ഈഗോ സംഭവം അതൊക്കെ ഉണ്ട്. അടി ഉണ്ടാക്കുമ്പോ പറഞ്ഞാൽ ഞാനും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ശരിയാണ് എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് തർക്കിക്കോ ആർക്കോ എല്ലാം ചെയ്യും. പക്ഷെ എന്താ പറയുക ഒരു പോയിന്റ് കഴിയുമ്പോ ഈ അടിയായിട്ട് പിന്നെ ആ മിണ്ടായിരിക്കണ ഗ്യാപ്പില്ലേ, ഒരു പോയിന്റ് കഴിയുമ്പോ എനിക്ക് സഹിക്കൂല. അപ്പൊ ഞാൻ വാവേ ചക്കന് കുത്തേ ഞാൻ തന്നെ പുറകെ പോകും. അത് തന്നെയാണ് ഞാനും വിചാരിച്ചത്. നീ പറഞ്ഞല്ലേ ഇപ്പൊ ഇത് തുടക്കത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമാണ്. ലൈക്ക് നിനക്കിപ്പോ റിലേഷൻഷിപ്പ് കാര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു നോളജ് കാരണം ആ രീതിയിലുള്ള ചേഞ്ച് നിനക്ക് മനസ്സിലായി. ഇതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം പറയുന്നതാണ് പെൺകുട്ടികളാണ് ഇങ്ങോട്ട് വന്ന് ആദ്യം ഒന്ന് സോറി പറയണേ എന്നുള്ള ബേസിൽ പറഞ്ഞപ്പോ ഞാൻ ഈ ബയസ്ഡ് ആന്ന് പറഞ്ഞത്. ബിക്കോസ് എനിക്ക് എന്താ പറഞ്ഞാൽ ലൈക്ക് ആ ഒരു പ്രോഗ്രസീവ് ജേർണിയില് ത്രൂ റിലേഷൻഷിപ്പ് എനിക്ക് ആ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള കാര്യം എനിക്ക് പേഴ്സണലി ഞാൻ എന്നെ എന്നുള്ള വ്യക്തി വെച്ച് കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള നോളജ്, എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഞാൻ എന്തൊക്കെ എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ട് പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയാണെങ്കിൽ പോലും എന്താ പറയുക ലൈക്ക് ആ സോറി എന്നുള്ള ഒരു കാര്യം ഞാൻ തന്നെ പറഞ്ഞ അതിന്റെ വില കളയും. അത്ര രീതിയിൽ ഞാൻ ഭയങ്കര എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു കളയും. പിന്നൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പറഞ്ഞൊരു അർത്ഥമില്ലാത്ത സമയത്താണ് നമുക്ക് മനസ്സിലാവുന്ന അതിന്റെ അർത്ഥം. സത്യം എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം ഉണ്ടല്ലോ അപ്പൊക്കെ നമ്മൾ സോറി പറഞ്ഞപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല. വൻ പുച്ഛാണ്. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ സ്വയം വാല്യൂ ആയിക്കോട്ടെ, നമ്മുടെ സെൽഫ് റെസ്പെക്ട് ആയിക്കോട്ടെ, എല്ലാ പരിപാടിയും കളഞ്ഞ് എല്ലാ രീതിയിലും ചാട്ടതായിട്ട് അപ്പോഴും നമ്മൾ എന്താണ് സോറി ആയിട്ട് ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാണ് നമ്മൾ പോകുന്നത്. അപ്പോഴും അവിടെ ആവത്തുമില്ല. പിന്നെ നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങുന്നത് എന്ത് കോപ്പത്, സോറി പറഞ്ഞിട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. പിന്നെ ആ സോറി നമ്മളുടെ വില സത്യം പറഞ്ഞാൽ നമ്മളായിട്ട് ഇല്ലാണ്ട് ആക്കുവാണ്. അപ്പോഴും നമ്മളാണ് അങ്ങോട്ട് കൂടുതൽ പോകണവരെ എനിക്ക് തോന്നുന്നത് ചെക്കന്മാര്. പക്ഷെ അതാ പറയാ ഒരു എനിക്ക് തോന്നുന്ന ലൈക്ക് ഹണിമൂൺ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിയൽ സാധനം ഫേസ് തുടങ്ങൂലേ, അവിടെയാണ് ശരിക്കും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് മിക്കവരും നിർത്തിപ്പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്നു ഇങ്ങനെ അല്ലായിരുന്നല്ലോ തുടക്കത്തില്, അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എക്സ്പെക്ടേഷൻസ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ടേഷൻസ് ആണ്. ബിക്കോസ് എന്താ പറയുക നമ്മൾ അത്ര കൺസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എന്താ പറയുക ലൈക്ക് ഇപ്പൊ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഹ്യൂജ് തിങ് അല്ലെ, പിന്നെ വരാൻ വേണ്ടി കിടക്കുകയാണ്. ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ലൈക്ക് ആർക്കും എന്താണ് സത്യം പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും എന്താണ് വാലന്റൈൻസിൽ എന്താണ് ഒരു റോസാപ്പൂ കൊടുക്കണം, ഹഗ് ഡേ അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷെ വാലന്റൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു റോസാപ്പൂ കൊടുക്കുന്ന ആ ഒരു സംഭവം തന്നെ എന്ന് പറയുന്നത് ലൈക്ക് ആ ഒരു സമയത്തൊക്കെ നമ്മൾ കിടന്ന് ഓടി തേടുക ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന്. ബിക്കോസ് അത്ര ഈ ഒരു കൺസ്ട്രക്റ്റീവ് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണ് അത് കീപ്പ് ചെയ്യണം. ആ ഒരു കീപ്പ് നിൽക്കുമ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ നടന്ന് ഇവള് അങ്ങനെ കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഈ ഒരു വ്യക്തിയിൽ അങ്ങനെ കെയർ ചെയ്യുമ്പോൾ അതാണ് സ്നേഹം, അതാണ് സംഭവം എന്നുള്ള കേസിൽ. പക്ഷെ എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നത് ഓരോ ഡിഫറെന്റ് ജേർണിക്കാണ്. അതിൽ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പറയുന്ന പൊസസീവ്നെസ് ആയിക്കോട്ടെ, ലൈക്ക് കോൺഫ്ലിക്ട്സ് ആയിക്കോട്ടെ, അടി ആയിക്കോട്ടെ, ആർഗ്യുമെന്റ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇത് എല്ലാവർക്കും ഉള്ള ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക ആ രീതിയിൽ ലൈക്ക് എല്ലാവർക്കും ഓരോ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ എന്താ പറയുക ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് ഇങ്ങനെ കാണണം. ഇൻസ്റ്റയിലായിക്കോട്ടെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ
ലൈക്ക് സിനിമകളിൽ കൂടെ ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇതാണ് അതാണ് എന്നുള്ള ബേസിക് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും കാട്ടാൻ നോക്കും. ഇപ്പൊ നമുക്കൊരു പെൺകുട്ടിയുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ചെക്കനുണ്ടോ ആ ഒരു ബേസിൽ നമ്മൾ അവരുടെ അങ്ങനെ നിൽക്കാൻ നോക്കും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അതല്ലായിരിക്കും സംഭവം. ബിക്കോസ് ഞാൻ സിനിമയെ കാണുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന വെച്ചാൽ ഇവൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണം, അവനെ അവളെ തലോടുമ്പോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടെ കൊണ്ട് നടക്കുമ്പോഴായിക്കോട്ടെ ആ ഒരു സ്നേഹം കാട്ടുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ദേഷ്യം കാട്ടുമ്പോഴായിക്കോട്ടെ അതിനകത്തുനിന്ന് കാട്ടുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രീതിപക്ഷമാണ്. ലൈക്ക് എന്താണ് ഒരു വൺ സൈഡർ ആണ് ആ സമയത്ത്. പക്ഷെ നമ്മളെന്താണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പൊ നിനക്കുള്ള ലൈക്ക് നിന്റെ എന്താ പറയുക റിയാക്ട് ചെയ്യാനുള്ള കഴിവ് നീ സംസാരിക്കുന്ന രീതിയും എന്നിൽ നിന്ന് വളരെ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ ഓരോരോ വ്യക്തികളായിട്ട് പോകുമ്പോൾ പറഞ്ഞാൽ അത്ര വ്യക്തിപരമായിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക നമുക്ക് കിട്ടും. ലൈക്ക് ആ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എക്സ്പീരിയൻസേ പോകുന്നു. ഓരോരോ ആൾക്കാർ മാറുന്നതോടും എനിക്ക് ഇതൊരു തോന്നിട്ടുള്ള വെച്ചാൽ ഇവരെന്റെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വെച്ചുകൊണ്ട് എന്റെ ക്യാരക്ടറാണ് എനിക്ക് മെച്ചപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസം വരുന്നതാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് വ്യത്യാസം തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നുന്നത് റിലേഷൻഷിപ്പിനുള്ള ഈ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് റിലേഷൻഷിപ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതൊരു വലിയ എല്ലാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണാണെങ്കിൽ കോഴിന്ന് വിളിക്കും, പെണ്ണാണെങ്കിൽ ലേബലി മനസ്സിലായി. അതെ വൺ ലേബലി പിന്നെ എന്ന രീതിയിലാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നോർമൽ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരാൾ റിലേഷൻഷിപ്പിന്റെ ഒരു 100 കാര്യങ്ങൾ ആലോചിക്കും. ലൈക്ക് ഇസ് ഇസ് റൈറ്റ് ഫോർ മീ. ലൈക്ക് ഇത് അതെ 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 ഇപ്പൊ എല്ലാവർക്കും അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോറിംഗ് ഓപ്ഷൻസ് മനസ്സിലായി. അത് ഭയങ്കര നോർമലൈസ് ആയി. എന്തോരം ചിന്തിക്കും നമ്മളൊക്കെ ആ സമയത്ത്. ലിറ്ററലി ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് വി പുട്ട് ഇൻടു ഇറ്റ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. അതൊക്കെ ഇപ്പൊക്കെ നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ലായിരുന്നു. ലൈക്ക് ഓൾ ദോസ് റിലേഷൻഷിപ്പ് വാസ് ലൈക്ക് ഐ നോട്ട് സേയിങ് കംപ്ലീറ്റ്ലി നത്തിങ്. പക്ഷെ എന്താ പറയുക ഇപ്പൊ അവരെവിടെയാണ് നമ്മളെവിടെയാണ് ലൈക്ക് എന്താ പറയുക ആ ഒരു കോൺടാക്ട് ആയിക്കോട്ടെ ഒന്നും തന്നെ കോൺടാക്ട് വെച്ചോണ്ടിരിക്കണം എന്നല്ല. ബട്ട് ലൈക്ക് എന്താ പറയുക ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് എനിക്ക് ലൈക്ക് ഫർദർ ഇൻ ലൈക്ക് എന്താ പറയുക എന്റെ സമയത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സമയത്തൊക്കെ ലൈക്ക് എന്താണ് 8ാം ക്ലാസ് 9, 10, 7, 6, 5 ഈ സമയത്തൊക്കെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരുമാതിരി ജോളിയായിരുന്നു, ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. ബട്ട് സ്റ്റിൽ I used to think so much about it and I literally would sit down and like പാട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കും. അത്ര സമയം എടുക്കുമായിരുന്നു. ഇപ്പോഴും എടുക്കുമില്ലെന്നൊന്നുമല്ല, ഇപ്പൊക്കെ എടുക്കുന്ന രീതികൾ വേറെയാണ്. അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരാ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് അത് മാക്സിമം സസ്റ്റെയിൻ ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കും. I think like at that point. Yeah, I mean at that time it won't last that long. I feel like for me like ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ let's say like this love started at 10th 11th തുടങ്ങിയെന്ന് വിചാരിച്ചോ. അത് 12th കഴിഞ്ഞ പോസിബിളി പോകാൻ സാധ്യതയുണ്ട്. ഉണ്ട്. പക്ഷെ എന്താ പറയുക ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ഇപ്പൊ ദ ഫസ്റ്റ് സൈൻ ഓഫ് ഡിസ്കംഫർട്ട് അവര് ബ്രേക്ക് ചെയ്ത് പോകും. ഇത് എല്ലാരും കാര്യമല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് സംസാരിക്കും. ഞാനും ജനറലൈസ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. This is the way that I perceive, like that I see things. ഇപ്പൊ ഞാൻ തന്നെ ഒരു തുണിക്കട പോയിട്ട് അവിടെ ഒരു 100-500 ഡ്രസ് ഇട്ട് നോക്കും. എനിക്ക് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നും പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് ഇവിടെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തിരിച്ചുകൊണ്ട് റിട്ടേൺ ചെയ്യും. ആ ഒരു മെന്റാലിറ്റി ആണ് ഇപ്പോഴത്തെ സമൂഹത്തിന്. ലൈക്ക് ഇപ്പൊ ലൈക്ക് I kind of feel like it's right, but at the same time I feel like you might have to give some people like a specific time എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഐ എം ബയസ്ഡ് ഇൻ ദിസ് കേസ് ബിക്കോസ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ലൈക്ക് ഐ ക്യാൻ നെവർ സേ ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഇറ്റ് എന്നുള്ള ബേസിൽ എന്താ പറയുക ഐ എം നോട്ട് ദാറ്റ് ഫുൾഫിൽഡ് വിത്ത് ഓൾ ദ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ നമ്മളെന്താ പറയുക ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ടെന്ന് ലൈക്ക് ഹി സെഡ് ഇറ്റ് വോണ്ട് ലാസ്റ്റ് ദാറ്റ് ലോങ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമൊക്കെ ആണെങ്കിൽ ചുമ്മാ സിമ്പിൾ ആയിട്ട് പോകും, ഭയങ്കര സിമ്പിൾ ആയിട്ട് ലൈക്ക് അത്ര എഫേർട്ട് ഇടുന്നില്ല. ഇപ്പൊ പറഞ്ഞില്ല നമ്മളൊരു മിഠായി മേടിച്ചെടുക്കാനായിട്ട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഹ്യൂജ് ആയിരുന്നു. ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ എന്ന് തന്നെ വിളിച്ചില്ല, ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ ബ്രേക്കപ്പ് അദ്ദേഹം കേട്ടിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്തുകൊണ്ട് നീ ഇട്ടില്ല എന്നെ കുറിച്ച്, റീൽ എന്തിന് സെൻഡ് ചെയ്യുന്നില്ല, ചുമ്മാ എന്താ പറയുക ലൈക്ക് അൺനെസസറി ആയിട്ടുള്ള ചെറിയ ചെറിയ സില്ലി തിങ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഇമോഷൻസ് അവർ വാലിഡേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഹ്യൂജ് ഫെയിലിയർ ടു ജനറേഷൻ. അത് ഞാൻ പറയും എന്റെ പെർസ്പെക്റ്റീവ് ആണ്. കാരണം ഇത്രയൊന്നും ഹാർഡ് അല്ലായിരുന്നു, ഇത്രയൊന്നും ഡിഫിക്കൽട്ടി അല്ലായിരുന്നു ടു സസ്റ്റെയിൻ ഇൻ എ റിലേഷൻഷിപ്പ്. റൈറ്റ് നൗ
ഇറ്റ്സ് എ മേജർ ഫാക്ട്. ഇഫ് യു ക്യാൻ ലാസ്റ്റ് ലൈക്ക് എന്താ ഇത്ര കൊല്ലങ്ങളായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ അത് നിങ്ങളുടെ തന്നെ കഴിവാണ്. ലൈക്ക് ഇറ്റ്സ് ബിറ്റ്വീൻ യു ടു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് യു സെഡ് സ്റ്റിൽ ലൈക്ക് 1 കൊല്ലം 2 കൊല്ലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ട് പോകും. ഇപ്പൊ പറ്റത്തില്ല. അതെ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ എല്ലാം ഒരു വലിയ സംഭവം തന്നെ. ഇപ്പൊ ഒരു 6 മാസം നിന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ അച്ചീവ്മെന്റ്. ഐ ഫീൽ സോ. സത്യം. ബിക്കോസ് എന്താണ് അത്ര ഓപ്ഷൻസ് ലൈക്ക് there are that many possibilities ആണ് സോഷ്യൽ മീഡിയയിൽ. അതെ അതെ, ലിറ്ററലി സോഷ്യൽ മീഡിയ ഇറ്റ്സെൽഫ് ലൈക്ക് ഇപ്പൊ നമ്മൾ കാണുന്നല്ലേ എള്ളോളന്തരി പാട്ട് വെച്ചോണ്ടാണ് അവരൊക്കെ ഇറങ്ങി പോണത്. നോ സെയിൻ ഇൻ എ ബാഡ് വേ. പക്ഷെ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് I don't know. It's a huge എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണ്. കാരണം 18 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, നിനക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോ ശരിയാണോ തെറ്റാണോ എന്നും എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ്സ് their choice. It's your choice and I have a choice. പക്ഷെ ഇതേപോലെ 18 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടാണ് പോണത്. ട്രെൻഡ് തന്നെ ആയി ഒന്ന് നോക്കി നോക്ക്. ഈ എള്ളോളന്തരി പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ വന്നു കഴിയുമ്പോ എന്റെ എന്ത് ഫേവറേറ്റ് പാട്ടായിരുന്നു അറിയോ. ഞാനൊക്കെ ആ പാട്ടും കേട്ടിട്ട് സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഓണംകളി സോങ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫീലാണ് ആക്ച്വലി. ഈ എള്ളോളന്തരി പാട്ട് എന്ന് കഴിഞ്ഞപ്പോ എന്താ പറയുക, പട്ടത്തിയാണ് എള്ളോളന്തരി പട്ടത്തി എന്ന് പറഞ്ഞ പാട്ട് എന്ന് കഴിയുമ്പോൾ ഞാനൊക്കെ എന്താണ് ഇങ്ങനെ കേട്ടിരിക്കും. എന്റെയൊക്കെ ലൈക്ക് ലൂപ്പാണ് ലിറ്ററലി. ഒരു പാട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ആ പാട്ട് കേട്ട് ഇങ്ങനെ ലിസൺ ചെയ്യേണ്ട കുറെ നേരം ഇരിക്കും. പിന്നെ നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടാവും അവരുടെ പാട്ടില്. അതുപോലെ ഈ പാട്ട് എന്നൊക്കെ പറയുന്നതാണ് ഇങ്ങനെ എന്റെ ചെവിയുടെ എപ്പോഴും പുറകെ റൂമിലായിക്കോട്ടെ, പുറത്ത് പോകുമ്പോൾ ഹെഡ്ഫോൺ ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, ചുമ്മാ എപ്പോഴാണ് കേൾക്കുമ്പോൾ ഷഫിൾ ചെയ്ത് ഇങ്ങനെ വരും. അങ്ങനെ ഒരു എന്താണ് ഒരു പ്രത്യേക ഫീലോടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ റിലേഷൻഷിപ്പിനൊക്കെ എന്താണ് ഞാൻ എന്താണ് ആ ഒരു പാർട്ടി കൂടെ ഞാൻ നൈസായിട്ട് എനിക്ക് ഫീൽ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ട് സോഷ്യൽ മീഡിയ അങ്ങ് എടുത്ത് എന്താ പറയാ കോളനി വൽക്കീകരണം ചെയ്യപ്പെട്ടു. സത്യം പറയാൻ അതാണ് ഉണ്ടായത്. അതും ആ പാട്ട് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 18 വയസ്സായിട്ടുള്ള പിള്ളേര് കൈയും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, മാലയും താലിയൊക്കെ ഇട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാണും എന്റെ പൊന്നി ഇതെന്തൂട്ടാ എന്റെ കൂട്ടുകാരനൊക്കെ അവരെ കിട്ടിപ്പോടെ നാട്ടില്. സത്യം ബ്രോ. സോ ലൈക്ക് എനിക്ക് പോലും വിചാരിക്കാൻ ഇതിന്റെ പീക്കുള്ള സമയത്ത് ഇതേ രീതിയിൽ പാട്ടും വെച്ച് സെയിം സാധനം ഇട്ട് റീൽസ് ഇട്ട സാധനമാണ്. നിങ്ങൾക്കാണ് ഞാൻ കാട്ടിത്തരാം. പക്ഷെ സത്യമായിരുന്നു ഇറ്റ് ഹാപ്പൻ. ലൈക്ക് എന്നെക്കാൾ ചെറുതായിരുന്നു ബട്ട് ഹാപ്പൻ. എന്റെ ചെറുതോ അതല്ലേ പറഞ്ഞു എന്നൊക്കെ 1 വയസ്സിന് എന്ത് 2 വയസ്സിന് കണ്ടോ ഇളയതായിരുന്നു. ബട്ട് ഒളിച്ചോട സമയത്തൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ കോൺഫിഡൻസ് ആണ്. സോറി ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനതൊന്നും നോക്കാൻ പോലും പോയിട്ടില്ല. പക്ഷെ ഇതൊക്കെ നടന്നു. ഇതൊക്കെ ഞാൻ കണ്ടു കഴിയുമ്പോ ഞാൻ പോയി ചോദിച്ച് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. നല്ല രീതിയിലൊക്കെ നിൽക്കണം. അയാളൊക്കെ കുറച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ നടന്നായിരിക്കും നടന്നൊക്കെ നടക്കാത്ത രീതിയിലാകത്തില്ലല്ലോ. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രയും സംസാരിച്ചു. ഇതിനകത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ബോയ് ബെസ്റ്റി അല്ലെങ്കിൽ ഗേൾ ബെസ്റ്റി. പക്ഷെ ഈ ബോയ് ബെസ്റ്റിയും ഗേൾ ബെസ്റ്റി ഒക്കെ ഇപ്പഴല്ലേ ഒരു ഇതായത്. ഇറ്റ് വാസ് എ പ്യുവർ തിങ്. ഒരു പ്യുവർ ആയിട്ടിരുന്ന ഒരു സാധനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനോട്ട് വന്നപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിറ്ററലി എന്താ പറയാ അതിന് ഈ ഒരു ജനറേഷന്റെ ഏറ്റവും കൂടുതൽ ലൈക്ക് എന്താ പറയുക പീക്ക് ടൈം വരുന്ന കോവിഡ് വരുന്ന സമയത്തല്ലേ. കോവിഡ് വരുന്ന സമയത്താണ് ആക്ച്വലി എല്ലാവരും ലൈക്ക് ഒരു 2019 ഒരു 2018 തൊട്ട് എന്താണ് ഒരു പീക്ക് ഉണ്ട്. കാരണം അതിന് മുമ്പോട്ടേ ഉണ്ട്. ബട്ട് ദെൻ എന്താ പറയുക ലൈക്ക് വാസ് ഭയങ്കരമായിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. എനിക്ക് തോന്നുന്നത് കോവിഡ് ടൈമിലാണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിയിട്ട് പോയി മിസ്സിനോടെ പോകുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അറ്റ് ദ സെയിം ടൈം ലൈക്ക് അതിപ്പോ എന്താ മോമെന്റ് വെച്ചാൽ മോസ്റ്റ് വൾഗറായിട്ട് കാണുന്ന ഒരു സംഭവമാണ് സത്യം കുറെ പേർക്ക്. പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ എന്താണ് ഇതൊക്കെ ലൈക്ക് അക്സെപ്റ്റഡ് ലൈക്ക് നമ്മൾ കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ആർ ലൈക്ക് കുഞ്ഞു പിള്ളേർ വരെ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുകയാണ്. മീനിങ് എന്താണ് അത്ര കുഞ്ഞു പിള്ളേർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ? എനിക്കൊക്കെ എന്താ പറയുക ഈ ബോയ് ബെസ്റ്റ് ഈ സംഭവം എന്നൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമായിട്ടുള്ള ഒരു ഫാക്ടർ അല്ലായിരുന്നു ഇതുവരെ. ലിറ്റിൽ ലൈക്ക് എന്താ പറയുക ലൈക്ക് മേ ബി ഒരു 3 or 4 years ago ഈ പറഞ്ഞ കോവിഡിന്റെ ഒക്കെ ഒരു സമയം വരെ എനിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതുവരെയൊക്കെ പറയുന്ന ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ജെനുവനാണ്. ലൈക്ക് എന്താണ് ഇപ്പോഴും ജെനുവൻ അല്ലെന്നല്ല പറഞ്ഞു. ഇപ്പോഴും ജെനുവനായിട്ടുള്ള ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരു പെൺകുട്ടിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ചെക്കനായിട്ടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ആയിട്ടോ ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവിൽ ഇതൊക്കെ വേഴ്സ് ആക്കിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ആംഗളമാരെന്ന് പറഞ്ഞ ലിറ്ററലി ഓൺലൈൻ ആംഗളമാരെന്ന് പറയുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ട്. ലിറ്ററലി എന്താ പറയണേ
ഈ ബോയ് ബെസ്റ്റി എന്നുള്ള സ്റ്റേജിലോട്ട് വന്നതിന് മുമ്പ് ലൈക്ക് എന്താണ് ഒരു സ്ഥാനം പിടിച്ചെടുക്കും. ആ സ്ഥാനം പിടിച്ചെടുക്കുക പറഞ്ഞാൽ ത്രൂ ലൈക് സോഷ്യൽ മീഡിയ. ആ ഒരു സ്ഥാനം എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ ആർ ദാറ്റ് മച്ച് എന്ന് പറഞ്ഞാൽ ഡെസ്പറേറ്റോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്ര രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ആൾക്കാരിൽ നിന്ന് ഇഷ്ടം കിട്ടാത്തതുകൊണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, സ്നാപ്ചാറ്റ്, പിന്നെ വേറെ എന്തൊക്കെയാ, വിസ് ചാറ്റ്, എക്സെട്ര, ട്വിറ്റർ, ഇങ്ങനത്തെ ഓരോരോ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക ലൈക്ക് ദ മോസ്റ്റ് കോമൺ തിങ് ഇസ് ഇപ്പൊ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അവരായിട്ട് ഫുൾ ടൈം ആയിട്ട് സംസാരിച്ച് ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ eventually within like 3 or 4 days they will start not trusting you but they will start opening up to you. Like through the open up, like അപ്പുറത്തിരിക്കുന്ന ഓൺലൈൻ ആംഗ്ലമാരും തന്നെ കാര്യമൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ജഡ്ജൊക്കെ ചെയ്ത് പിന്നെ അവന്മാരെ വേറെ മുമ്പൊക്കെ നീക്കി പിന്നെ അത് കഴിഞ്ഞ ഒരു കൺട്രോളിംഗ് മെഷർ ലൈക്ക് ആ ഒരു സ്റ്റേജിലോട്ട് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തോ കഴിയുന്നത് അങ്ങനത്തെ ഒച്ചപ്പാടും വേളായി. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്താ പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഇഷ്ടം കൂടി അയ്യോ ഏട്ടായി എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ട് എന്നുള്ള ആ ഒരു അത് അതിന്റെ ഒരു പീക്കിലൊക്കെ ഉണ്ടൊക്കെ എത്തിയിട്ട് പിന്നെ ഈ ബെസ്റ്റ് ആയി കഴിയുമ്പോൾ ആളുമാരി വൻ വൾഗറായി പോണത്. ലിറ്ററലി എന്താണ് ഓൺലൈൻ ആംഗ്ലമാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമൊക്കെ എനിക്ക് ഒരു പിന്നെയാണ് അമ്മമാരൊക്കെ ബെസ്റ്റ് ആയി തുടങ്ങിയത്. ബെസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു പോകുന്നത്. എടാ എനിക്കെന്ന് പറഞ്ഞ ഈ ബെസ്റ്റികൾ വഴി എനിക്ക് പണി കിട്ടിയിട്ടുള്ളൂ പേഴ്സണലി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ കാലത്ത് എന്താ പറഞ്ഞ ബെസ്റ്റ് ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് എന്ന് വെച്ചപ്പോ പണ്ടത്തെ പോലെ അല്ല, ലൈക്ക് പീപ്പിൾ ആർ എക്സ്പ്ലോറിംഗ്. അപ്പൊ എന്ന് വെച്ചപ്പോ ഒരു പെൺകുട്ടിക്ക് രാത്രി കറക്കി നടക്കണമെങ്കിൽ ലൈക്ക് ദേ ഫീൽ മോർ സേഫ് ഗൈസ് വിത്ത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അപ്പൊ ആ ഒരു സംഭവം ഈ ഒരു ജനറേഷൻ വലിയൊരു തിങ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ പണ്ടോട്ടാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ലൈക്ക് ദാറ്റ്സ് ദ തിങ് ലൈക്ക് ബിക്കോസ് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കൂ പ്രീച്ച് ചെയ്യുന്നിരിക്കുന്നില്ല. മീനിങ് എന്താണ്, ഇതൊന്നും സംസാരിക്കാണ്ടിരുന്ന പക്ഷം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴും സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൺസ് യു സ്റ്റാർട്ട് പ്രീച്ച് ഇൻ എ ബോഡി ഇസ് ജസ്റ്റ് ടു മച്ച് കോംപ്ലിക്കേറ്റഡ്. കാരണം എന്താണ് നമ്മൾക്ക് എന്താ പറയുക, ഇപ്പൊ നീ ഇപ്പൊ ഒരാളെ കീപ്പ് ചെയ്യുന്നുണ്ട്, നീ ഇപ്പൊ ഒരാളെ നല്ല ഫ്രണ്ടായിട്ട് തന്നെ കാണുന്നുണ്ട്, നിനക്ക് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഇപ്പൊ നീ ഒരു റിലേഷൻഷിപ്പ് കയറിക്കഴിഞ്ഞാൽ അവളുടെ അടുത്ത് തുടക്കം ഉണ്ടാക്കുന്ന അതായത് പൊസിറ്റീവ്നെസ് കാരണം നമുക്ക് എന്താ പറയുക ഒരു ഇത് വരും. അതിപ്പോ ഏത് വലിയ മനുഷ്യനായിക്കോട്ടെ, സ്വന്തം വീട്ടുകാർ വരെ ആയിക്കോട്ടെ, ഇപ്പൊ സ്വന്തം നമ്മൾ ഒരു വ്യക്തിനെ നമ്മൾ അത്ര പൊസിറ്റീവ് ആയിട്ട് അത്ര ഇഷ്ടത്തോടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവരെ വീട്ടുകാർ തന്നെ അവരെ കുറിച്ച് പറയുമ്പോഴായിക്കോട്ടെ നമുക്ക് കൊള്ളും. അത് ബോയ് ബെസ്റ്റി കുസ്തി ഒന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അത്ര രീതിയിൽ ആ ഒരു സ്ഥാനം നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് കൊണ്ടിരിക്കും. ബിക്കോസ് പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ബോയ് ബെസ്റ്റികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവര് എന്തിനൊക്കെ വേണ്ടി മലപ്പുറം ചെയ്യുന്ന മാതിരി. അല്ല ഞാൻ പറയാം, അതാണ് എന്റെ പോലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നേരത്തെ എന്ന് പറഞ്ഞാൽ എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബോയ് ബെസ്റ്റി ഒക്കെ വന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പ് പ്യൂർ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഒരാൾ ഇഷ്ടമാണ്, അവർക്കൊരു ചെക്കൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ദേ ജസ്റ്റ് ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഓക്കെ അത് നോക്കിയിട്ട് കിട്ടത്തില്ല എന്നൊരു കാര്യത്തിൽ അവര് അവിടെ അത് റെസ്പെക്ട് ചെയ്ത് വിടുമായിരുന്നു. ഇപ്പോഴത്തെ കുറെ പേര് ഒരു മിനിറ്റ് അയ്യോ അത് യെസ് എന്ന ഫ്ലോയിൽ ഒന്നും എഴുതാണ് നോട്ട് യെസ് അല്ല സത്യമായിട്ടും ചെക്കന്മാരൊന്നും അങ്ങനെ വിടത്തൊന്നുമില്ല. ബിക്കോസ് ആ പേഴ്സണലി സീൻ ഇറ്റ് പ്ലെന്റി ഓഫ് ടൈം ആൻഡ് ലൈക്ക് എന്താ പറയുക എന്റെ അടുത്ത് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ആയിക്കോട്ടെ, ലൈക്ക് എന്താ പറയുക ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള സംസാരത്തിൽ കൂടെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ലൈക്ക് നോ ചെക്കന്മാര് വോണ്ട് ലീവ് യു ദാറ്റ് ക്വിക്ക്. I will guarantee you that. അത് എന്നെ പോലുള്ള ചില ആൾക്കാർക്ക് മാത്രമാണ് അതുപോലെ നീ നിൽക്കാനും എന്താണ് ആ ഒരു ലൈക്ക് റെസ്പെക്ട് ആയിട്ട് മാറാനും പറ്റത്തുള്ളൂ. ബട്ട് മോസ്റ്റ്ലി എന്താ പറയുക മെജോറിറ്റി തന്നെ വേണമെങ്കിൽ പറയാം. ലൈക്ക് ഐ വുഡ് സേ ദാറ്റ് മെജോറിറ്റി ആയിട്ടുള്ളതൊക്കെ എന്താ പറയുക ചെക്കന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ്. പിന്നെ വേറെ രീതിയിലൊക്കെ തിരിയുന്നത് അതാണ് ഈ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ആയിട്ട് വെക്കും. മനസ്സിലായി? അങ്ങനെയാണ് ഈ സംഭവം ഈ ബോയ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ട്രെൻഡേ തുടങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയൊരു ഓപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഓക്കെ ഫ്രണ്ട് ആയിട്ട് വെക്കാം, എന്തെങ്കിലും ഇത് ബ്രേക്ക് ആവുമല്ലോ അന്ന് ഗോൾ അടിക്കാന്നുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കയറി അതെ ലിറ്ററലി ഒരു ബ്രേക്കപ്പ് ഒക്കെ ബോയ് ബെസ്റ്റ് വന്നിട്ട് ഇഷ്ടം പറഞ്ഞിരിക്കും. അതിപ്പോ പോയി ആരെങ്കിലും ഗോൾ അടിക്കും. ബട്ട് ബോയ് ബെസ്റ്റ് ആണ് മോസ്റ്റ്ലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടപ്പാട് ഇതെല്ലാം ഇവര് കേൾക്കുന്നുണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഒരു വണ്ടർബിൾ സ്റ്റേജ് വിളിക്കുന്ന ആര് മനസ്സിലായോ? വണ്ടബിലിറ്റി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കളികളാണ് ഇവര് കളിക്കുന്നത്. അതെ അല്ലേ? ആ രീതിയിലോട്ടായി ഇപ്പോ മനസ്സിലായോ? പക്ഷെ അപ്പൊ ഇത് ജെന്യുവൻ ആണോ നിനക്ക് തോന്നുന്നുണ്ട് ഈ ബോയ് ബെസ്റ്റീസ് അതായത് ഒരു മെജോറിറ്റി വെച്ച് പറയാം? എടാ പറയാ എനിക്ക് പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ഇപ്പൊ ഈ ഒരു കാലത്ത് ബോയ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് മെജോറിറ്റി കുഡ് നോട്ട് ബി ജെന്യുവൻ. പക്ഷെ ഇപ്പോഴും എന്താ പറയുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പലതരത്തിലുള്ള ഓഡിയൻസ് പറയുന്നുണ്ടാവും ജെന്യുവൻ ആയിട്ടുണ്ട്. ബട്ട് ലൈക്ക് സി ഹൗ ഇതിപ്പോ ഞാൻ പറയാ ഇതിപ്പോ എല്ലാരും ജെന്യുവൻ ആണല്ലോ. ആരെങ്കിലും ഞാൻ ജെന്യുവൻ അല്ലോ ഞാൻ നിന്നെ അങ്ങനെയായിട്ട് കാണും. നോ വൺ വുഡ് സേ ദാറ്റ്. നോ വൺ വുഡ് അക്സെപ്റ്റ് ഇറ്റ്. ആ സിറ്റുവേഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അവർ ശരിക്കും നിങ്ങൾ ഏത് രീതിയിലാണ് കണ്ടതെന്ന്. അതുവരെ ലൈക്ക് ഒബ്വിയസ്ലി ഫ്രണ്ടാന്ന് മാത്രമേ എല്ലാരും തുറന്നു പറയത്തുള്ളൂ. ലൈക്ക് നിനക്ക് ഒരു പറയാനുണ്ട്?
അല്ല എനിക്കെന്താ പറയുക ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് എനിക്ക് തോന്നുന്നത്. ആരും ഒന്നും പറയത്തൊന്നുമില്ല ഇതേപോലെ എന്താ പറയുക ജെന്യൂൻ ആയിട്ടാണ് ആദ്യം ഒബിയസ്ലി ഫ്രണ്ടാ തന്നെ പറയത്തുള്ളൂ. അതും ലൈക്ക് എന്താ പറയണ ഈ ബോയ് ബെസ്റ്റി എന്നുള്ള ഒരു കേസ് അത്ര വിസിബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. അതെ, അതായത് ഇപ്പൊ എന്താ നമ്മൾ ഒളിച്ചു പാത്രം വെക്കേണ്ട ഒരു കാര്യം അല്ലായിരിക്കും. അതേപോലെ തന്നെ ഗേൾ ബെസ്റ്റീസ് ഒക്കെ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ചിന്താഗതി. പക്ഷെ അധികം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് സത്യം പറയാൻ അറിയത്തില്ല. കുഡ് ബി ബിക്കോസ് ഓഫ് എ ബോയ്. ഞാനിപ്പോ ഒരു ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ലൈക്ക് എന്ന് പറഞ്ഞ ഇപ്പൊ ആ രീതിയിൽ മാത്രമേ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അതെ അതെ അതെ. പക്ഷെ എന്താ പറയുക ഈ ഒരു സമയത്തൊക്കെ എന്താണ് അത്ര ലൈക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്ര വിസിബിൾ ആയിട്ട് നമുക്ക് തോന്നും ലൈക്ക് എന്താ പറയുക ഇങ്ങനെയാണ് മേ ബി ലൈക്ക് കൂടുതലും അവരെ ബോയ് ഫ്രണ്ട്സിനായിരിക്കും മനസ്സിലാവുന്ന ലൈക്ക് അവരെ ഈ രീതിയിലാണ് കാണുന്നത്. നമ്മളെല്ലാ ചെക്കന്മാർ അങ്ങോട്ടും കൊണ്ടും അതെ. പറയാം. നമ്മളിപ്പോ നമ്മുടെ പെണ്ണ് തമ്മിൽ ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയാ അവന്മാരെ എങ്ങനെ കാണാൻ നമുക്കറിയാം നമ്മൾ പറയുന്നത്. പക്ഷെ അവളമാരെ ആ രീതിയിൽ എടുക്കത്തില്ല, ഒരിക്കലും എടുക്കത്തില്ല. ഈ കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഈ കാലത്ത് പറഞ്ഞ വൻ സീനാണത്. വൻ സീന് ഇക്കാലത്തൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പോലും തന്നെ എന്താ പറയണ ലൈക്ക് എതിർത്ത് സംസാരിച്ച് നമുക്ക് അറിയാം ഇവിടെ ബോയ് വെസ്റ്റിന്റെ ഒരു മഹാവൃത്തിട്ടവനാണെങ്കിൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ആഴ്ചത്തേക്ക് സ്ഫോടനാണ്. ഓരോരോ അമിട്ടുകളൊന്ന് പൊട്ടിക്കൊണ്ടേയിരിക്കും. അഗൈൻ ലൈക്ക് ഇതെല്ലാരും കുറിച്ചല്ല പറയുന്നത്. ലൈക്ക് ഐ ആം ജസ്റ്റ് സേയിങ് ലൈക്ക് certain amount of people are like this. Certain amount of people definitely. ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന പല ആൾക്കാർക്ക് ഇതേ രീതി തന്നെ ചിന്തിക്കായിരിക്കും നിങ്ങൾ. അപ്പോഴും ഓപ്പോസിറ്റ് ജഡ്ജ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ, ലാഷസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പൊ ആ ഒരു ഇത് ആണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എടാ അതാ പറയും ഈ കാലത്ത് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് നമുക്ക് കണ്ണടച്ച് പെൺകുട്ടികളെന്നല്ല പെൺകുട്ടികളെ ഞാൻ പൊതുവേ ലൈക്ക് ഈ ഒരു കാലത്ത് ഒരാൾ ട്രസ്റ്റ് ചെയ്യാൻ ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ്. ഭയങ്കര ഹാർഡാണ്. ലൈക്ക് എന്താ പറയുക നമുക്കിപ്പോ ഇത്ര നാളെ അടുത്തറിഞ്ഞ ലൈക്ക് എന്താണ് പണ്ടൊക്കെ എന്താ ആ ഒരു ഡ്യൂറേഷൻ ലൈക്ക് എന്താണ് ആ ഒരു ലെങ്ത് ഓഫ് പീരീഡ് ഓഫ് ടൈം ലൈക്ക് ആ എല്ലാ സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു സംഭവമായിരുന്നു. നമുക്കതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ലൈക്ക് അവരെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്കൊരു ഉള്ളിലുള്ള ഒരു വിശ്വാസം നാച്ചുറലി അത് ക്രിയേറ്റ് ആയിട്ട് തന്നെ വരും. പക്ഷെ ഇപ്പൊക്കെ ഇത്ര പീരീഡ് ഓഫ് ടൈം ഉണ്ടായി പോലും എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരിക്കലും കണ്ണടച്ച് നമുക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഫോർ എ ഫാക്ട് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ല അതാ പറയാം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലേ അത് വൈഡ് റേഞ്ച് ആയിട്ട് ഓപ്പൺ ആയത് ലൈക്ക് സോഷ്യൽ മീഡിയ കാരണം. സത്യം ലൈക്ക് നമുക്ക് വി കൻ ടോക്ക് ടു എനിവൺ ഇൻ ദ വേൾഡ്. ആ രീതിയിലോട്ട് എത്തി. അതുകൊണ്ടെന്നാണ് സംസാരിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരെണ്ണ ആർക്കും ഒരു കുറവില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ കുറെ ഇൻസ്റ്റയില് കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, സിംഗിൾ ആണോ, അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അതിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ തന്നെ ആയിക്കോട്ടെ ലൈക്ക് ഞാനൊക്കെ എന്താ പറയുക ഒരു വീഡിയോ ലൈക്ക് കഴിഞ്ഞാൽ അറിയാലോ നിനക്ക്. പിന്നെ ആൽഗൃതാണ് ഫോർ യു പേജിലൊക്കെ തന്നെ. ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ലൈക്ക് ചെയ്യണ സമയത്ത് കുറെ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കരയണാണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ആരുമില്ല, നിങ്ങൾ എന്തൊരു വേണ്ടി ഇതിന് ലൈക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടിത്തരാം എന്നും പറഞ്ഞൊക്കെ ചിലപ്പോ ഒറിജിനലായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു സത്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഫോർ പേജ് കണ്ടോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എന്താ പറയാ ഹൈ കമന്റ് ചെയ്യാ, ഇതിനകത്ത് പെണ്ണുങ്ങൾ റിപ്ലൈ ചെയ്യാ. എന്റെ പൊന്നെ അതിന് കിട്ടിയ ലൈക്കൊക്കെ എന്റെ പൊന്നെ. എടാ മീനിങ് എന്താ പറയുക ലൈക്ക് ഓൺലൈനിൽ ഇരിക്കുന്ന എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇപ്പോഴും ഉണ്ടാവും. അത്ര വൈഡ് റേഞ്ച് ആയിട്ട് ഇരിക്കുവാണ്. അതെ പിന്നെ നമുക്ക് ഒരാളായിട്ട് സംസാരിക്കാനുള്ള കമ്പനിയാണ് അത്ര വലിയ ഷുഡന്റ് ബി ദാറ്റ് ഹാർഡ്. ആ രീതിയിലോട്ട് എത്തി ഇപ്പൊ. പക്ഷെ അപ്പോഴും വേണ്ടടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലതായാലും എടാ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഐ തിങ്ക് ലൈക്ക് അതും അവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കൂടുതലും എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇപ്പൊ ലെറ്റ്സ് ഇൻസ്റ്റാഗ്രാം തന്നെ ഏറ്റവും വലിയൊരു ലൈ ആണ്. വുഡ് യു അഗ്രി? ഡെഫിനറ്റ്ലി. കാരണം ലിറ്ററലി നമ്മുടെ ഹാപ്പി മൂമെന്റ്സ് ഇതൊക്കെ മാത്രം നമ്മളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലും അല്ല നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആയിക്കോട്ടെ നമ്മൾ അതൊക്കെ വെച്ചിട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് എന്താ പറയുക ഒരു ഫോട്ടോ എടുത്ത് ഇടണം. അതിനുവേണ്ടി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യും. പിന്നെ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പോലും എന്താ പറയുക എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ചുള്ള കല്ലേറുകളും എല്ലാം കൂടത്തേ ഉള്ളൂ. നാച്ചുറലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബോറിങ് ഈ എന്തിനു കൊള്ളാതെ പറഞ്ഞിട്ട് വരും. അപ്പൊ പിന്നെ അതെ അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഐ തിങ്ക് ലൈക്ക് ഈ കുറെ പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ കുറെ പേർക്ക് ചിലപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദേ ആർ ഷോയിങ് ഹാപ്പി ഫേസ് ഓൺ ലൈക്ക് ഓൺലൈൻ അവർക്ക് അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അതോടെ മോസ്റ്റ്ലി നീ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഈ കാലത്ത് ആരെ ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല.
ലൈക് ദാറ്റ് കുഡ് ബി എ ബിഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ പറയാം ഇപ്പൊ അത് സോഷ്യൽ മീഡിയ വഴി അതും നമ്മൾ കുറെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി വിശ്വസിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. കണക്കിന്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാളെ ഒരു വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതെ, ലൈക്ക് പക്ഷെ എനിക്കെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ സോഷ്യൽ മീഡിയ ത്രൂ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ത്രൂ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ. റിലേഷൻഷിപ്പ് അങ്ങനെ അധികം സോഷ്യൽ മീഡിയ ത്രൂ എനിക്കില്ലെന്നാണ് ചിലപ്പോ. സോഷ്യൽ മീഡിയ എനിക്ക് സത്യം പറഞ്ഞാൽ പറയുകയാണെങ്കിൽ എന്റെ റിലേഷൻഷിപ്പ് ആകെ ഒറ്റൊരു വ്യക്തിയെ ഉള്ളൂ എനിക്ക്. യെസ്, ഒറ്റ ഒഫീഷ്യലി എന്താണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അല്ല, ഒഫീഷ്യലി ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഒരെണ്ണുള്ളൂ ആ റിലേഷൻഷിപ്പ്. ബട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയാൻ എന്റെ പൊന്ന് ചവറ് കണക്കിന് നീയൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ എത്തത്തില്ല. അങ്ങനെ രീതിയിൽ ഗ്രൂപ്പുകളിൽ നിന്നും മാങ്ങക്കടയും തെങ്ങക്കടയും ഓടി നടന്ന് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ലൈക്ക് എക്സെട്ര എക്സെട്ര ഒക്കെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്താണ് വിശ്വസിച്ച് കുറച്ച് ആൾ വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ എന്താണ് ഒരു സ്റ്റേജ് പോലെയാണ് നമ്മള്. എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഹണിമൂൺ റിലേഷൻഷിപ്പ്, ഹണിമൂൺ അതേപോലെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നോർമലായിട്ട് സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ലൈക്ക് കുഡ് ബി 3 months 4 months 1 year whatever. ആ ഒരു ടൈം വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. ഇറ്റ് കുഡ് ബി 2 weeks. some people are like that. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഫുൾ ടൈം ഇരിക്കും, നമുക്ക് വേണ്ടി ചാറ്റ് ചെയ്യും, നമുക്ക് വേണ്ടി കോൾ ചെയ്യും, നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, നമുക്ക് കാണാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടും, അങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് ആ സമയത്തൊക്കെ ഓ മൈ ഗോഡ് ലൈക്ക് നമ്മൾ സ്കൂളിൽ ചിന്തിക്ക് പോലും ഇല്ല. അത് അത്ര പ്യൂർ ആയിട്ട് എൻജോയ് നമ്മൾ അതിന്റെ ഉള്ളിൽ അങ്ങ് നിൽക്കും. കുറച്ചും കഴിയുമ്പോൾ പിന്നെ ചവിട്ടും പിന്നെ എന്താണ് അത് തിരിച്ചു പിടിക്കാനുള്ള പോക്കാണ്. ആ തിരിച്ചു പിടിക്കാനുള്ള പോക്കിൽ അങ്ങനെ അങ്ങ് പോകും. അതേപോലെ ഒത്തിരി ആൾക്കാർ വന്നവർ പോയിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഒഴിവായിട്ട് തന്നെ നിന്നതാണ്. ആ ഒരു സമയത്തൊക്കെ എന്താണ് വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ള അതുമാണ് ലൈക്ക് എന്താണ് ഇനി സോഷ്യൽ മീഡിയ വഴി എന്താണ് അധികം ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഐ വിൽ കീപ് ദം അറ്റ് ലൈക്ക് സച്ച് എ ഡിസ്റ്റൻസ്. ബിക്കോസ് എനിക്ക് എന്താണ് അത് വിട്ടിട്ട് അവരായിട്ട് കമ്പനി ആവാനോ അവരായിട്ട് ലൈക്ക് കൂടുതലായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ലൈക്ക് ഐ കാൺ ഗ്യാരണ്ടി ദാറ്റ് വിൽ എൻഡ് അപ്പ് ജെന്യുവിൻ. ബിക്കോസ് ഐ വിൽ ബി ഓൾവേസ് ഇൻ എ കോൺസ്റ്റന്റ് ഡൗട്ട് വെദർ ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഐ കനോട്ട് not even trust like വിശ്വസിക്കാൻ പറ്റും ലൈക്ക് എന്താണ് ഒരു അപ് ടു എ സർട്ടൻ പോയിന്റ് ഓഫ് ഡിഗ്രി ലൈക്ക് ഒരു കുഡ് ബി ലൈക്ക് എന്താണ് അപ്പൊ പെർസെന്റേജ് ഒരു 50% അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ വിശ്വാസം എന്നുള്ള ഒരു വാക്ക് തന്നെ വലുതാണ്. ആ വാക്ക് നമുക്ക് ലൈക്ക് എന്താ പറയുക ഒരാൾ നമുക്ക് തരുന്ന സമയം ആയിക്കോട്ടെ, നമ്മൾ അവരോട് നിൽക്കുന്ന രീതികളായിക്കോട്ടെ, ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ. ബിക്കോസ് നീ പേഴ്സണലായിട്ട് ഓരോ കാര്യം നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യം ഫ്രണ്ട്ഷിപ്പായിട്ടോ ഓരോ കണക്ഷൻ പിടിക്കാൻ വേണ്ടി നടക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംസാരിച്ചുമ്പോൾ എനിക്കും ലൈക്ക് ഐ ഫീൽ ലൈക്ക് എന്താണ് ആ രീതിയിൽ ലൈക്ക് തിരിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ക്ലോസ്നെസ് എനിക്ക് കിട്ടാറുണ്ടെന്ന്. അതേപോലെ അങ്ങനെ കിട്ടാൻ വേണ്ടി തന്നെ ലൈക്ക് ഇട്ട് തരുന്ന ആൾക്കാരും ഉണ്ട് സോഷ്യൽ മീഡിയ. അതും ചില്ലറയൊന്നും അല്ല. അവരൊക്കെ എന്താ പറയുക ഇങ്ങനെ ഇന്നാ പിടിച്ചോ കൊണ്ട് ഇട്ട് തരുകയും ചെയ്യും, അതേപോലെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ആ വാങ്ങിക്കുന്ന സാധനം വെച്ച് നമ്മളെ കുത്തുകയും ചെയ്യും. ആ ഒരു പരിപാടി എനിക്ക് മനസ്സിലായത് വളരെ തുടക്കത്തിൽ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഭയങ്കര ഒതുങ്ങി ആൾക്കാരിൽ നിന്ന് മൊത്തം വിട്ട് മാറി. എന്താണ് എന്റെ ചുറ്റിനും ഫ്രണ്ട്സ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ആൻഡ് എവറിത്തിങ്. ബട്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എനിക്ക് പേഴ്സണലി എന്താ പറയാ ഇപ്പൊ എന്താ പറയാ ഈ ഓൺലൈൻ വഴി ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലൈക്ക് എന്താ പറയാ എനിക്ക് ആരും കൊണ്ടിട്ടില്ല. ബട്ട് ലൈക്ക് അഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ലാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പക്ഷെ എന്താ പറയാ അറ്റ് ദ സെയിം ടൈം കൂടുതലും ഞാൻ കേട്ടേക്കണ പണി ഇട്ടേക്കണ കഥകളാണ്. തീർച്ചയായിട്ടും എടാ നീയൊക്കെ ആ രീതിയിലോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് വളരെ നല്ലതാണ് അളിയ. കാരണം എന്താ പറയുക ലൈക്ക് എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പണികളായിരിക്കും നമ്മളെ തേടി വരുന്നത്. അതും നമ്മളെന്താ പറയണ കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ട് കഴിയുമ്പോ ഒരു രീതിയിൽ രക്ഷ ഉണ്ടാകത്തില്ല. നമ്മളൊക്കെ പിന്നെ ചുമ്മാ അതിനകത്തിട്ട് വലിച്ചെടുത്ത് അഴിച്ചിട്ട് ഭയങ്കര രീതിയിൽ എങ്ങനെയൊക്കെ പ്രശ്നം ഭയങ്കര ഇതായി പോകും. അല്ലെ അതും ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ ഒരു പ്രശ്നം നടക്കുവാണ്. ഇപ്പൊ ഞാനും നീ തമ്മിലൊരു അടി ഉണ്ടാവുകയാണ്. ഇപ്പൊ എനിക്ക് നിന്റെ അടുത്ത് നേരിട്ടുണ്ട് ഇതുവരെ സംസാരിക്കാൻ പറ്റും. നിന്റെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്നെ കാണുന്നുണ്ട്. ലൈക്ക് എന്നിട്ട് എന്റെ അടുത്ത് തരുന്ന ഓരോ ജസ്റ്റർ ആയിക്കോട്ടെ, നമ്മൾ നിൽക്കുന്ന രീതികളായിക്കോട്ടെ, സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബിക്കോസ് ലൈക്ക് യു ഹാവ് എൻ ഓപ്ഷൻ ആൻഡ് യു ഹാവ് എൻ ഓപ്ഷൻ. ഇപ്പുറത്തൊരു ഫോൺ യൂസ് ചെയ്തിരിക്കുമ്പോൾ അപ്പുറത്തൊരു ഫോൺ യൂസ് ചെയ്തിരിക്കുമ്പോൾ ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഫോണിനെ മാറ്റി വെച്ചിട്ട് നീ പോവുകയാണെങ്കിൽ നിന്റെ കാര്യം ചെയ്യുവാണെന്ന് പറഞ്ഞാൽ അവർക്ക് 900 നമ്മൾ കിടന്നവിടെ വിളിക്കാം. It's up to you whether you want to answer that call or whether you want to text back. അപ്പൊ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി അപ്പുറത്തിരിക്കുന്ന വ്യക്തി ലിറ്ററലി ബ്ലോക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ എത്ര ആൾക്കാരാണ് വേറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ് ലൈക്ക് ഇവരങ്ങനെ പോകുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ അത്ര പോവാൻ അത്ര എളുപ്പമാണ്. എളുപ്പമാണ് അതും. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പോകുന്ന വ്യക്തി നമ്മളുണ്ടായിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാവത്തില്ല. ചിലപ്പോ എന്നല്ല അവർക്ക് മനസ്സിലാവും. എപ്പോഴാണെന്നറിയോ അവര് നമുക്കിട്ട് ചെയ്ത രീതിയിൽ അതേ രീതിയിൽ തന്നെ വേറൊരാളും വന്ന് അവർക്ക് ചെയ്യും. കർമ്മ ഇസ് എ ബിച്ച് ബ്രോ.
അപ്പൊ പിന്നെ എന്താ പറയുക ആ രീതിയിൽ അവർക്ക് കിട്ടും. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ 900 പഠിക്കും, സ്വാഭാവികമാണ് അത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം സത്യം പറഞ്ഞാൽ അവിടെയാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക ലൈക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ ജെന്യൂനലി നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയുമ്പോൾ തന്നെ നിന്നെ വിളിച്ചിട്ട് ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ലടാ പിന്നെ ചുമ്മാ അറിഞ്ഞാലടാ ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ മെസ്സേജ് ഓക്കെ ചിലപ്പോ കോണ്ടാക്ട് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ അത്ര ഉള്ളൂ സംഭവം. ഭയങ്കരമായിട്ട് ഗോസ്റ്റിങ്ങും എയറിംഗും ഒക്കെ ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേസ് ടു ഡു ഇറ്റ് ഇൻ ഓൺലൈൻ. അതുകൊണ്ടൊക്കെ തന്നെ എന്തൊരു ഹണി ട്രാപ്സിലെ പെണ്ണുങ്ങളൊക്കെ വിട്ടുകൊണ്ടിരുന്നത് എനിക്കൊക്കെ ഞാൻ ഈ ഓൺ വോയിസ് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കണ സമയത്ത് ഒരു ലോഡ് മെസ്സേജ് വരും ലൈക്ക് എന്താണ് ഫ്രം എ ലോട്ട് ഓഫ് പീപ്പിൾ. ആ സമയത്തേക്ക് ഒത്തിരി മെസ്സേജ് വരുന്നേ പറ്റിയ വരുമായിരുന്നു. ഇപ്പോഴും ഇടക്കിടക്ക് വരും. പക്ഷെ പണ്ടൊക്കെ പറഞ്ഞ സ്റ്റോറീസ് ആണ് വരുന്നത്. വന്ന സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ട് കഴിയുമ്പോണ്ടല്ലോ ലൈക്ക് പെൺകുട്ടികളൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് യൂഷ്വലി ചെയ്യാറ്, ചേട്ടാ ഞാനിപ്പോ എങ്ങനെയാണ് എന്റെ സിറ്റുവേഷൻ ഇതാണെന്ന്. പക്ഷെ ചെക്കന്മാരെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന് പകരം വന്ന് കരച്ചിലാണ്. കരഞ്ഞ് 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 എന്റെ എല്ലാ രീതിയിലും പെട്ട് കിടക്കുവാണ്. ഞാൻ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തൊക്കെ ചെന്ന് എത്തിച്ചേരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി കണ്ടും ചെയ്തൂടെ ഏട്ടാ പറ്റിപ്പോയി ഇതൊക്കെ പറയുമ്പോ നമ്മള് പറയാൻ ആര് മനസ്സിലായോ. ലൈക്ക് നമുക്ക് എന്താ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് ആണ് നമ്മളോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നും പറഞ്ഞ ഒരു വലിയ വ്യക്തി നമ്മുടെ അടുത്തൊരു കാര്യം ചോദിക്കുമെന്ന് പറയുന്നതാണ് വാട്ട് വി സേ ടു ദം ഇൻ ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് ലൈക്ക് could not be right at all, but it's something that you're deliberately conveying to make them feel happy because in that current situation. അല്ലാണ്ട് നിനക്ക് എന്താ പറയുക ആ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലൈക്ക് എന്താണ് ലൈക്ക് യു കെൻ ബി ലൈക്ക് എന്താണ് ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അവനടുത്ത് മിണ്ടണ്ട എന്ന് വരെ പറഞ്ഞു എന്താണ് അയ്യോ ചേട്ടാ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അയ്യോ ചേട്ടാ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവനും പറയും. അത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് സന്തോഷിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. മൈറ്റ് നോട്ട് മീൻ ദ വ്യൂ ഓൾവേസ് റൈറ്റ്. ഈ പറഞ്ഞ കാര്യം എപ്പോഴും ശരിയാണ് നമ്മൾ ആരും പറയുന്നില്ല ഒരിക്കലും. പക്ഷെ അതെ പക്ഷെ എന്തായാലേ ലൈക് ലിറ്ററലി എനിക്ക് അയ്യോ എനിക്ക് കുറെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുക 2 ഗുണത്തിലൊക്കെ പെട്ടളിയാ. ഇല്ല ഞാൻ പെട്ടൊന്നുമില്ല. ഞാനാണ് സത്യം പറയാണ്ടില്ല ഈ വീഡിയോ ഒക്കെ വല്ല റീച്ച് ആവോ എന്തിനൊക്കെ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പൊങ്ങിരിക്കുക അതുവരെ ഞാൻ സേഫാ. ചുമ്മാ ഞാൻ ഇതുവരെയായിട്ട് ഹണി ട്രാപ്പിലോട്ടൊക്കെ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഞാൻ ആ രീതിയിൽ അങ്ങ് ഒതുങ്ങി നിൽക്കാറുണ്ട്. പിന്നെ എന്താ പറയുക പ്രൈവറ്റ് ലൈഫ് പേഴ്സണൽ ലൈഫ് എന്നുള്ള ബേസ് അല്ല. എനിക്ക് എപ്പോഴും എന്താ പറയുക തോന്നിയ കാര്യമൊക്കെ എനിക്ക് വിളിച്ചു വരണം അങ്ങ് ചെയ്യണം സംസാരിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്തും പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഞാൻ ഫീല് കിട്ടാൻ വേണ്ടി ഒരു വീഡിയോ കാണുമ്പോൾ ആയിക്കോട്ടെ ഓൺ വോയിസ് തന്നെ ആയിക്കോട്ടെ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഓൺ വോയിസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഇട്ടുണ്ടാവും ഇതുപോലെ ചുമ്മാ ടിവിയിലോ ലാപ്ടോപ്പിലോ സ്പീക്കറിലോ എന്തെങ്കിലും ഒക്കെ അത് വെച്ചിട്ട് ഞാൻ എന്താണ് ആ ഒരു ഫീല് പിടിച്ചാണ് ഞാൻ സംസാരിക്കണത്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ എന്താണ് ഓ ഈ ചേട്ടൻ പറയുന്ന കാര്യം ഭയങ്കര കറക്റ്റാ എന്നും പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടാണ് ഓരോ ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ വരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു അത്രേ ഉള്ളത്. എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് ഇഫ് യു ഫീൽ ലൈക്ക് എന്താ പറയുക യെസ് അതിലെന്തെങ്കിലും ശരിയുണ്ടെന്ന് പറയാൻ നിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള കഥയാണത്. ഇറ്റ്സ് എ ലെസൺ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് എന്താ പറയുക എന്തുട്ടും എന്താണ് പറഞ്ഞത് ഇൻജൈറ്റ് ആണ് എന്നും പറഞ്ഞ ലേബിൾ ചെയ്തിട്ട് ആർക്കും വേണമെങ്കിലും പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ജീവിതത്തിൽ പാഠങ്ങൾ പോലും കിട്ടിയിട്ടില്ല. അവർക്ക് അപ്പോഴും ഇരുന്ന് പറഞ്ഞ് കരയാനോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയാനോ ആൾക്കാരെ കുറിച്ച് എന്ത് പറയാനുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള കഥകൾ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ അവളെ മിഠായി മേടിച്ചു കൊടുത്ത് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ അവളോട് ഈ 5, 7, 8, 9, 10 പഠിക്കുന്ന എന്താണ് ഈ കുഞ്ഞിപ്പിള്ളേരുടെ കഥകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും എന്താണ് വിട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അപ്പോഴും എന്താണ് കേട്ടിട്ടും ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക് ഡെഫിനറ്റ്ലി ദേ ഹാവ് ഗോൺ ത്രൂ സംതിങ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ല ക്രിഞ്ച് ഇത് പറഞ്ഞ ലേബിൾ ആൾക്കാർ ലേബിൾ കണ്ടിരിക്കും അവർക്കൊന്നും മനസ്സിലാവില്ല. ലേറ്റർ ഓൺ ലൈഫ് someday eventually they will. അപ്പൊ എന്റെ മുന്നളിയാ നമ്മൾ ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അതാണ് ഈ കാലത്ത് റിലേഷൻഷിപ്പ് എവിടെ എത്താനും പറ്റത്തില്ല. പെട്ടെന്ന് ഇല്ലാണ്ടായി പോകും. എത്താൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നും പറഞ്ഞാല് നമ്മൾ ഇതേ ഒരു ടോപ്പിക്കിലോട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്ക് if you want to hear more about this please let us know in the comments. ഡെഫിനറ്റ്ലി. ഇത് മാത്രല്ല എനിക്ക് സത്യം പറയേണ്ട പൊന്നു മക്കളെ എനിക്ക് ഒരുപാട് കുട്ടി ലവ് സ്റ്റോറീസ് ഉണ്ട്. അത് നല്ല രസമാണ് കേട്ടിരിക്കാൻ. അതേപോലെ ഒത്തിരി ലവ് സ്റ്റോറീസും എന്താ പറയുക എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പറയാ. ഇതേപോലെ ഞങ്ങളുടെ ഒരുമിച്ചായിട്ടുള്ള തോട്ടായിക്കോട്ടെ അങ്ങോട്ടുള്ള ഓരോ റിലേഷൻഷിപ്പിനെ വെച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൂ ലെറ്റ് us know.
So, okay, that's it for today, folks. thank you for listening. Yeah, I really hope you guys enjoyed it. Please do share and subscribe. അപ്പൊ പിന്നെ ലൈക്കും കൂടി. പറഞ്ഞില്ലേ മോശമായി പോകും. So make sure you guys like and subscribe and share and everything. അപ്പൊ okay.